ശാന്തി ശാന്തി ശാന്തി. തദേതൽ സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യവശ്യം സ്ഥാനി ത്രേതായാം ബഹുധാ സമ്പദാനി കാന്യാചരഥ നിയതം സത്യകാമ കേശവ പന്ഥ സുകൃതസ്യ ലോകേ. രണ്ടാം ഖണ്ഡം ഒന്നാം ഖണ്ഡം. യസ്യാഗ്നിഹോത്രമദർശമപൗർണമാസമചാതുർമാസ്യമനാഗ്രേണമവിധിവർജിതം ച ഹുതം അപൈശ്വദേവം അവിധിനാഹുതം ആസക്തമാംസ്തസ്യ ലോകാൻ വിനസ്തി. യദാലേരായ ദേഹ്യർച്ചിസമിഥ്യേ ഹവ്യവാഹനേ തദാജ്യഭാഗാവന്തരേണാഹുതീ പ്രതിപാദയേത്. യസ്യാഗ്നിഹോത്രമദർശം അപൗർണമാസം അചാതുർമാസ്യമനാഗ്രേണമതിഥിവർജിതം ച അഹുതമപൈശ്വദേവം അവിധിനാഹുതം ആസക്തമാംസ്തസ്യ ലോകാൻ വിനസ്തി. സുലോഹിതായ ധൂമ്രവർമ്മ ലിംഗിനീ വിശ്വരുചി ച ദേവി േരായമാനായിതി സപ്തജിഹ്വാ. ഏതേഷു യശ്ചരതേ പാദമാനേഷു യഥാ കാലം തം നയന്ത്യേതാ സൂര്യസ്യ രശ്മയോ യത്ര ദേവാനാം പതിരേകോ ദിവാസഃ. ഏഹീതമാഹുദയസ്സുവർച്ചസഃ സൂര്യസ്യ രശ്മിഭിർയജമാനം വഹന്തി പ്രിയാം വാചാമഭിവദന്ത്യോർച്ചയന്ത്യ കേശവഃ പുണ്യസുഹൃതോ ബ്രഹ്മലോകാൻ. പ്രവാഹേതേ അർഹാ യജ്ഞരൂപാ അഷ്ടാദശോത്തമപരം യേഷു കർമ്മ. ഏതശ്രേയോ യേ അഭിനന്ദന്തി മൂഢാ ജരാമൃത്യും തേ പുനരേവാഭിയന്തി. അവിദ്യായാമന്തരേ വർത്തമാനാഃ സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ ജഘന്യമാനാഃ പര്യന്തി മൂഢാഃ അന്തേ നൈവന്യായ യഥാ. അവിദ്യായാം ബഹുധാ വർത്തമാനാഃ വയം ഗതാർഥാ ഇത്യഭിമന്യന്തി ബാലാഃ. യത്കർമ്മിണോ ന പ്രപേദേന്ദിരാഗാത്തേന ക്ഷീണഭോഗാശ്ച്യവന്തേ. ഇഷ്ടാപൂർത്തം മന്യമാനാ വരിഷ്ഠം നാന്യശ്രേയോ വേദയന്തേ പ്രമൂഢാഃ. നാഗസ്യ പൃഷ്ഠേ തേ സുകൃതേ ഭൂത്വാ ഇമം ലോകം ഹീനകരം വാ വിശന്തി. തപസ്സത്തേ യേ ഉപവസന്ത്യരണ്യേ ശാന്താ വിദ്വാംസോ വൈക്ഷ്യചര്യാം ചരന്തഃ. സൂര്യദ്വാരേണ തേ വിരജാ പ്രയാന്തി യത്രാമൃതഃ സ പുരുഷോ വ്യവ്യയാത്മാ. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാൻ നാസ്ത്യ കൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിരക്ഷേത്. സവിൽപ്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. തസ്മൈ സ വിദ്വാൻ ഉപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ യേനാക്ഷരം പുരുഷം വേദ സത്യം ഉപാചതാം തത്വതോ ബ്രഹ്മവിദ്യ. കർമ്മം ചെയ്യുകയാണെങ്കിൽ വേദവിധ അത് എല്ലാ അംഗങ്ങളും ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ പുണ്യലോകം കിട്ടും. എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ ആസക്തമാംസ്തസ്യ ലോകാൻ. പിന്നെ കാട്ടിപ്പോയി തപസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബ്രഹ്മലോകം കിട്ടും. ഇങ്ങനെ രണ്ട് ഗതി പറഞ്ഞു. രണ്ടും ഗതിയാണ്.
അതായത് ഇവിടുന്ന് ആ ജീവൻ മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. ഈ ബ്രഹ്മലോകത്തിൽ പോയാൽ തിരിച്ചു വരത്തില്ല. അവിടെ കുറേ കാലം താമസിച്ച് ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ ബ്രഹ്മാവ് ജ്ഞാനോപദേശം ചെയ്യുമെന്നാണ്. അല്ലാത്തവർ സ്വർഗത്തിൽ പോകും. അങ്ങോട്ട് ചെല്ലുമ്പം വലിയ സ്വീകരണമാണ് പറഞ്ഞിട്ട്, കാരണം പുണ്യമിരിക്കുന്നു. അത് തീരുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ വന്ന് കർമ്മം ചെയ്ത് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഗതാഗതം കാമകാമാല സന്ധി അങ്ങനെ രണ്ടെണ്ണം. ഇഷ്ടാഭൂത കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഇത് തന്നെയാണോ ഈ കാട്ടിൽ പോയി തപസ് ചെയ്യുന്നവരുടെ? അല്ല, കാട്ടിൽ പോയി തപസ് ചെയ്യുന്നവരല്ലേ ബ്രഹ്മലോകത്തോട്ട്. അത് ഈ ജ്ഞാനത്തിന്റെ ഇതിൽ കൂടി തപസ് ചെയ്യുന്നവർക്കല്ലേ അവര് തപസ് ചെയ്യുന്നത് ബ്രഹ്മലോകത്തിൽ പോയിട്ട് അല്ലാതെ ചെയ്യുന്നവരുണ്ടല്ലോ. കർമ്മം ചെയ്യുന്നത് തന്നെ രണ്ട് രീതിയിൽ ചെയ്യും. കർമ്മം നമ്മൾ ഈ ബൃഹദാരണ്യത്തിൽ പഠിച്ചല്ലോ, ഓരോന്നും എന്താണ് വാക്കെന്ന് പറയുന്നത് എന്നതാണ്. ഇങ്ങനെ ഓരോ ഈ നമ്മുടെ ഓരോന്ന് തന്നെ ഈ ഋത്വിക്കുകളായിട്ട് 4 പേര് കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് 4 നമ്മുടെ വാക്ക് മനസ്സ് അങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് ബ്രഹ്മലോകം, അല്ലാത്തവർക്ക് കർമ്മലോകം. ബ്രഹ്മലോകത്ത് ഇപ്പം കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് ബ്രഹ്മലോകത്തെ പ്രാപിച്ച് അവിടെ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അവിടെ തന്നെ പിന്നെ അത് വളരെ കാലം താമസിക്കേണ്ടി വരും അവിടെ. തന്നെയല്ല, നമ്മൾ കടവമോക്ഷത്തിൽ പറഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു പദ്യം ഉണ്ടല്ലോ, ഇവിടെ ആണെങ്കിൽ ആദപോ ഛായാദോ ബ്രഹ്മവിദോ വദന്തി. ഛായാതപം പോലെ വ്യക്തമാണ് ഈ ബ്രഹ്മലോകത്തിൽ അവിദ്യയും വിദ്യയും. പക്ഷേ അവിടെ ചെന്ന് ചേരണമെങ്കിൽ വളരെ പ്രയാസം. ഇത്രയും അതിലൊക്കെ വളരെ എളുപ്പം ഇവിടെ വെച്ച് തന്നെ ഇതുപോലെ ബുദ്ധിമുട്ടില്ല, സമയവുമില്ല, ഒരുപാട് സമയം വേണം മറ്റേനും. പരീക്ഷ്യലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായ നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാഭിഗച്ഛേ സമിൽപ്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. പരീക്ഷ്യ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണഃ നിർവേദം ആയാതി ന അസ്തി അകൃത കൃതേന തദ്വിജ്ഞാനാർത്ഥം സഹ ഗുരും ഏവ അഭിഗച്ഛേത് സമിത്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. പരീക്ഷ്യലോകം, 2 ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഗതാഗതമുള്ള ലോകവും ബ്രഹ്മലോകവും. അവിടെ പോകണ്ട, അവിടെ താമസിച്ചാൽ ഭോഗങ്ങളൊക്കെ അനുസരിച്ച് താമസിച്ചാൽ ഈ 2 ലോകങ്ങളെക്കുറിച്ചും പറഞ്ഞു. പരീക്ഷ, ഇതിനെയൊക്കെ നല്ലതുപോലെ പരീക്ഷിച്ച് നോക്കി. അതായത് എന്ത് ചെയ്താലാണ് ഈ ഫലങ്ങൾ കിട്ടുക, ഇത് എത്രമാത്രം നിലനിൽക്കുന്നതാണ്, സത്യത്വമുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ നല്ലപോലെ പരീക്ഷിച്ചു. നല്ലപോലെ അതിനെക്കുറിച്ച് വിവേചനം ചെയ്തിട്ട് പരീക്ഷ ലോകാൻ കർമ്മജിതാൻ ലോകാൻ പരീക്ഷ. കർമ്മജിതാൻ ലോകങ്ങൾ എന്താണ്? ഒന്ന് സ്വർഗം അല്ലെങ്കിൽ ബ്രഹ്മലോകം. ബ്രാഹ്മണഃ, അതായത് സംസ്കാര സമ്പന്നനായിരിക്കണം. അല്ലാതെ വെറുതെ ഒരു ആധ്യാത്മിക സംസ്കാരമേ ഇല്ലാത്ത ഒരാളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവർ നല്ല വഴക്ക് പറഞ്ഞു വിടും. ബ്രാഹ്മണഃ നിർവേദം ആയാതി, അവർക്ക് നിർവേദം വിരക്തി ആയാതി, വിരക്തി ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? ഈ ലോകങ്ങളെല്ലാം പരീക്ഷിച്ചിട്ട് ഇതിലൊരു വിരക്തി ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് വിരക്തി ഉണ്ടാകുന്നത്? അകൃതഃ കൃതേന അസ്തി. അകൃതഃ കൃതേന നാസ്തി. അകൃതഃ ഒരിക്കലും ഒരു പ്രവൃത്തി കൊണ്ടും ഉണ്ടാകാത്ത, കർമ്മം കൊണ്ട് ലഭിക്കാത്തതായ അതിനെ കൃതേന നാസ്തി, എന്ത് ചെയ്താലും ഉണ്ടാകാത്തത്. കർമ്മം കൊണ്ട് ഒരിക്കലും, കർമ്മം കൊണ്ടുണ്ടാകുന്നതല്ല ആ സത്യമായ പദം. കർമ്മം കൊണ്ടുണ്ടാകുന്നതാണേലേ കർമ്മം ചെയ്ത് സാധിക്കാൻ പറ്റും. ഇത് കർമ്മം കൊണ്ടുണ്ടായതല്ല. അതുകൊണ്ട് അതിനെ കർമ്മം ചെയ്ത് സാധിക്കാനും അകൃതമാണ്. അകൃതമായ അതിനെ കർമ്മം കൊണ്ട് കൃതേന ചെയ്ത കർമ്മം കൊണ്ട് അസ്തി, കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. തദ്വിജ്ഞാനം, അതിനെന്ത് വേണം? അപ്പം ഈ സൽക്കർമ്മങ്ങൾ ചെയ്തു, വേദങ്ങൾ ചെയ്തു, കാട്ടിൽ പോയി തപസ് ചെയ്തു, ഇതൊക്കെ ആണെങ്കിലും നമുക്ക് അകൃതമായ വസ്തുവിനെ അറിയാൻ സാധിക്കുന്നില്ല.
അപ്പോൾ എന്താണ് തദ്വിജ്ഞാനാർത്ഥം, അതിനെ അറിയുന്നതിന് വേണ്ടി സഹ ഗുരും ഏവ അഭിഗച്ഛേത്. കാട്ടിൽ പോയാലും നാട്ടിൽ പോയാലും ഒന്നും ഇതൊക്കെ ചെയ്താലും ഒന്നും അതുകൊണ്ട് ഈ അകൃതമായ വസ്തുവിനെ ലഭിക്കുന്നില്ല. ലഭിക്കണമെങ്കിൽ ഗുരും ഏവ അഭിഗച്ഛേത്, ഗുരുവിനെ തന്നെ പ്രാപിക്കണം. സമിത്പാണിഹി, വെറുതെ പോകാൻ പാടില്ല. സമിത്പാണിഹി, ആദരവ് കാണിക്കാൻ വേണ്ടി. സമിത്പാണി എന്ന് പറയുന്നത് സമിതി അവരുടെ യാഗത്തിന് വേണ്ട ഇന്ധനമാണ്. അപ്പോൾ സമിത്പാണിഹി ശ്രോത്രിയ, അങ്ങനെയുള്ള ഗുരുവിനെ പ്രാപിക്കണം. അല്ലെങ്കിൽ വെറുതെ ഒരാളെ പോയി പ്രാപിച്ചാൽ അവർക്ക് ഇത് അന്ധേനൈവ നിയമാന യഥാന്ത എന്ന് പറഞ്ഞിരിക്കും. ആ വസ്തുവിനെ അറിയുകയും അതിനെ അപരോക്ഷമായി അറിഞ്ഞ ഒരാളാണെങ്കിൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, ശ്രോത്രിയനായിരിക്കണം. ശ്രോത്രിയം എന്ന് പറഞ്ഞാൽ പരമ്പരാ വേദം പഠിച്ചിട്ടുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ ഈ ശ്രുതി മനസ്സിലാക്കിയിട്ടുള്ളവനായിരിക്കും. ബ്രഹ്മനിഷ്ഠം, അത് മാത്രം പോരാ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും എല്ലാം അപരാവിദ്യയാണ്. അപ്പോൾ അപരാവിദ്യ അല്ലാതെ വേദങ്ങളിൽ പറഞ്ഞുള്ള പരാവിദ്യ കൊണ്ട് ആ ബ്രഹ്മത്തെ പ്രാപിച്ച് അതിൽ തന്നെ നിഷ്ഠയുള്ള ഒരാളായിരിക്കണം. ബ്രഹ്മനിഷ്ഠനായിരിക്കണം, അതിൽ തന്നെ നിഷ്ഠയുള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സമീപിക്കണം. പരീക്ഷ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണഃ നിർവേദമായാതി. കർമ്മജിതാൻ ലോകാൻ പരീക്ഷ്യ ബ്രാഹ്മണഃ നിർവേദമായാതി ന കൃതേന അകൃതഃ അസ്തി. തദ്വിജ്ഞാനാർത്ഥം, ആ അകൃതമായ വസ്തുവിനെ അറിയുന്നതിന് വേണ്ടി സഹ ആ ജിജ്ഞാസു ഗുരുമേവ ആഭിഗച്ഛ് സമിൽപ്പാണി. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരും ഏവ സമിൽപ്പാണി അഭിഗച്ഛേത്. സമിൽപ്പാണിയായിട്ട് അങ്ങനെ ഒരു ഗുരുവിനെ പ്രാപിക്കണം. പരീക്ഷ്യ യഥേത് ഋഗ്വേദാദ്യാപരവിദ്യാ വിഷയം സ്വാഭാവികവിദ്യാ കാമകർമ്മദോഷവത് പുരുഷാനുഷ്ഠേയം അവിദ്യാദിദോഷവന്തമേവ പുരുഷം പ്രതി വിഹിതത്വാത്. അതിനെ ഈ വൈരാഗ്യമരുടെ സ്വാമി നല്ലപോലെ അത് പറയും. പരീക്ഷ, എന്താണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്? ഏത് ഋഗ്വേദാദ്യ അപരവിദ്യാ വിഷയം സ്വാഭാവികവിദ്യ കാമകർമ്മ ദോഷവത്. അപ്പം ഈ ദോഷവത് പുരുഷാനുഷ്ഠേയം, ആരാണ് ഇതനുഷ്ഠിക്കുന്നത്, ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആരാണ്? സ്വാഭാവികമായി അവിദ്യാകാര്യമായ കാമവും കാമം കൊണ്ട് കർമ്മവും എല്ലാമുള്ള പുരുഷനാണ് ഈ കർമ്മം അനുഷ്ഠിക്കുന്നത്. അപ്പം അങ്ങനെ കർമ്മം അനുഷ്ഠിക്കുന്ന പുരുഷൻ എപ്പോഴും അവിദ്യാദി ദോഷബന്ധം, അയാൾക്ക് അവിദ്യ ഉള്ളതുകൊണ്ടാണല്ലോ, ഈ അവിദ്യ ഉള്ളതുകൊണ്ടാണ് കാമം ഉണ്ടാകുന്നത്. കാമം ഉള്ളതുകൊണ്ടാണ് അത് സാധിക്കാനാണ് കർമ്മം ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഈ സകല സംസാരവും ഉണ്ടാകുന്നത്. എന്താ പുരുഷൻ പ്രതി വിഹിതത്വാത്. അങ്ങനെ അവിദ്യാദി ദോഷമുള്ള പുരുഷന് വേണ്ടിയാണ് ഈ കർമ്മകാണ്ഡം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തദനുഷ്ഠാനകാര്യഭൂതാശ്ച, ആ അനുഷ്ഠാനം ചെയ്തുകൊണ്ട് എന്താണ് ലോകാഹ യേ ദക്ഷിണോത്തരമാർഗലക്ഷണാഹ ഫലഭൂതാഹ. ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ദക്ഷിണോത്തരമാർഗ ലക്ഷണാഹ ലോകാഹ. ലോകം ദക്ഷിണായനത്തിൽ കൂടി പോകുന്ന, ദക്ഷിണമാർഗത്തിൽ കൂടി പോകുന്ന സ്വർഗലോകങ്ങൾ, ഉത്തരമാർഗത്തിൽ പോകുന്ന ബ്രഹ്മലോകം. ഈ ലോകങ്ങളാണ് അതിൻ്റെ ഫലമായിട്ടുള്ളത്. കർമ്മം ചെയ്താൽ ഇതാണ് ഫലം. ഏച വിഹിതാകരണ പ്രതിഷേധാതിക്രമദോഷസാധ്യ. ഇപ്പം വിഹിതകർമ്മങ്ങൾക്ക് വിഹിതകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതുപോലെ പ്രതിഷേധകർമ്മം ചെയ്യുക, വിഹിതകർമ്മം ചെയ്യാതെ പ്രതിഷേധകർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് നരക തിര്യക് പ്രേത ലക്ഷണാഹ. താൻ നരക തിര്യക് പ്രേത ലക്ഷണ, നരകത്തിൽ പോവുകയോ, നരകത്തിൽ പോകുന്ന അത്യന്ത ഇതൊരു നരകമാണെന്ന് പറയുക, അത്യന്ത ദുഃഖം വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, അതോ തിര്യക്കായിട്ടോ, തിര്യക്കെന്ന് പറഞ്ഞാൽ പിന്നെ
നാലുകാലമാണ്. പശുക്കളോ ആ നടക്കുന്നു, അങ്ങനെ നടക്കുന്നു. തിരിയൊക്കെ ആയിട്ടോ പ്രേതമായിട്ടോ ഒരു ബോധമില്ലാത്തതോ ആയിട്ടോ ലക്ഷണാഹ താൻ ഏതാൻ പരീക്ഷ. അപ്പോൾ ഈ രണ്ട് പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ രണ്ട് വിധ കർമ്മങ്ങളെ കൊണ്ടും കിട്ടുന്ന ലോകങ്ങളെയൊക്കെ നല്ലതുപോലെ പരീക്ഷിച്ചിട്ട് എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടത്? പ്രത്യക്ഷാനുമാനോപമാന ആഗമഹി സർവതഃ യാഥാത്മ്യേന അവതാര്യ. ഈ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ആഗമം എല്ലാത്തിനും ആഗമപ്രമാണമാണ്. അപ്പം ഓരോന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഇത് ശരിയല്ല, ഇത് തെറ്റാണെന്ന് നമ്മൾ വിവേകം ചെയ്യുമ്പോഴും അത് ആഗമപ്രമാണം അനുസരിച്ച് ചെയ്യണം. സർവതഃ യാഥാത്മ്യേന അവതാര്യ. അത് നല്ലതുപോലെ യാഥാത്മ്യൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലായി. ഒരു കർമ്മം ചെയ്താൽ എന്ത് ലോകം കിട്ടും, ആ ലോകത്തിൻ്റെ ഒരു സ്ഥിതി, അതിൻ്റെ ഒരു നിലനിൽപ്പ് എന്താണ്, എത്ര കാലം നിൽക്കും, എത്ര കാലം അവിടെ ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കാൻ ഒരു പുണ്യലോകത്തിൽ പോയാൽ പുണ്യം തീരുമ്പോൾ അവിടെ നിന്ന് പോരണം, അല്ലാതെ അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള അസ്ഥിരത ഒക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ലോകാൻ സംസാരഗതിഭൂതാൻ അവ്യക്താദി സ്ഥാപരാന്താൻ വ്യാകൃത ലക്ഷണാൻ. ഈ ലോകങ്ങളെന്ന് പറയുന്നത് ഈ ലോകങ്ങളെ യാഥാത്മ്യേന അവതാര്യ. ആ ലോകങ്ങൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്, എത്ര കാലം താമസിക്കാൻ പറ്റും, അതൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഈ ലോകങ്ങൾ കിട്ടുന്നതോ സംസാരഗതിഭൂതം. അതാണ് സംസാരഗതി. നമ്മൾ കർമ്മം ചെയ്യുക, എന്തെങ്കിലും ഫലം അനുഭവിക്കുക, പിന്നെയും കർമ്മം ചെയ്യുക, അതാണ് സംസാരഗതി. ഈ സംസാരഗതി ഭൂതങ്ങളായിരിക്കുന്ന ലോകങ്ങൾ അത് അവ്യക്താദി സ്ഥാവരാന്താൻ. അത് ഇത് എന്ത് കിട്ടണമെന്നില്ല, അവ്യക്തം മുതൽ സ്ഥാവരം വരെ ഏതും കിട്ടാൻ നമ്മുടെ കർമ്മം അനുസരിച്ച്, കർമ്മഫലം അനുസരിച്ച്. അവ്യക്താദി സ്ഥാവരാന്താൻ അവ്യാകൃത ലക്ഷണാൻ. ഇത് വ്യാകൃതമായിരിക്കാം, അവ്യാകൃതമായിരിക്കാം, ചിലത് വ്യക്തമായിരിക്കും, ചിലത് അവ്യക്തമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള അനേക ഫലങ്ങളെ, ഈ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലങ്ങളെയൊക്കെ നല്ലതുപോലെ പരീക്ഷിച്ചിട്ട് ഈ ലോകങ്ങൾ കിട്ടുന്നതോ ബീജാങ്കുരവത് ഇതരേതരോത്പത്തി നിമിത്താൻ അനേക അനർത്ഥശത സഹസ്ര സങ്കുലാൻ. കിട്ടുന്ന ലോകങ്ങൾ ബീജാങ്കുരവത് ഇതരേതരോത്പത്തി നിമിത്താൻ. ഇപ്പോൾ ബീജം ഉണ്ടായി, അതിൽ നിന്ന് അങ്കുരം ഉണ്ടായി, വൃക്ഷം ഉണ്ടായി, ഫലം ഉണ്ടായി, വീണ്ടും ബീജം ഉണ്ടായി. ഇങ്ങനെ ഒന്ന് മറ്റേതിന് കാരണമാണ്. ഈ ബീജം വൃക്ഷത്തിന് കാരണമാണ്, വൃക്ഷം ബീജത്തിന് കാരണമാണ്. അങ്ങനെ ഇതരേതര ഉൽപ്പത്തി നിമിത്താൻ അനേക അനർത്ഥശത സഹസ്ര സങ്കുലാൻ. അനേക അനർത്ഥശത സഹസ്ര, എത്ര കോടി അനർത്ഥങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനർത്ഥങ്ങളാണ്. അനേക അനർത്ഥ സങ്കുലാൻ. കദലീഗർഭവത് ആസാര. വാഴപ്പിണ്ടി പോലെ അതിനകത്തൊന്നുമില്ല, ഈ കാതലില്ല. അതായത് ഒരു ഗൗരവമില്ല, വെറും നിസ്സാരമായതെന്നർത്ഥം. കദലീഗർഭവദാസാരാൻ മായ മരീച്യൂദക ഗന്ധർവ നഗരാകാര സ്വപ്ന ജല ബുൽബുദ ഫേന സമാൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഈ സംസാരം യാതൊരു യാതൊരു പ്രയോജനമില്ലാത്തതും, അല്ലെങ്കിൽ ഒരു ഗൗരവം, ഒരു ഗാംഭീര്യം ഒന്നുമില്ല, വെറും ഈ വാഴപ്പിണ്ടി പോലെ അല്ലാതെ തേക്ക് പോലുള്ള കാതലൊന്നും പറഞ്ഞിരുന്നു. കദലീഗർഭവത അസാരാൻ മായ പലമായ കാഴ്ചകളും നമ്മൾ കാണും, അടുത്ത നിമിഷം ഇല്ലാതായിപ്പോകും. ആ മായ പോലെയും മരീച്യൂതകം മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയും. അതായത് വെള്ളമില്ല വാസ്തവത്തിൽ, എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്. മായയും ഇതുപോലെയാണ്, ഇല്ലാത്തത് കാണുമ്പോഴാണല്ലോ മായയാണെന്ന് പറയുന്നത്. മരീച്യൂതക ഗന്ധർവ നഗരാകാര. ഗന്ധർവർക്ക് വേണ്ടിയിട്ട് വലിയൊരു കെട്ടിടം ഉണ്ടെന്ന് തോന്നുകയാണ്. അത് വാസ്തവത്തിൽ അവിടെ ഇല്ല, അങ്ങനെ ഒരു നഗരമില്ല, എങ്കിലും നഗരം കാണുന്നുണ്ട്.
ആ ഗന്ധർവ നഗരാകാര സ്വപ്നം പോലെയും ജല ബുൽബുദ ഫേന സമാനഃ ഈ വെള്ളത്തിലുള്ള കൂമളയും പതയും ഒക്കെ പോലെയും അതിനൊക്കെ ഒരുപോലെ ഇപ്പം മായ പോലെയും മരീചിയിൽ കാണുന്ന മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയും ഗന്ധർവ നഗരം പോലെയും സ്വപ്നം പോലെയും വെള്ളത്തിലെ പതയും കുമളയും ഒക്കെ പോലെയും ഒക്കെയുള്ള പ്രദക്ഷിണ പ്രധ്വംസാൻ ഇതൊക്കെ പ്രദക്ഷിണം നശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അനുഭവങ്ങൾ വരുന്നത് ദുരിതമാണെങ്കിലും ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും അതെല്ലാം പ്രദക്ഷിണ പ്രധ്വംസാൻ ക്ഷണം തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഃഖം ആർക്കും തുടർന്ന് നിൽക്കുന്നില്ല, സുഖം ആർക്കും തുടർന്ന് നിൽക്കുന്നില്ല. അത്യന്തം ദുഃഖമെന്ന് വിചാരിച്ച് ഇതിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നതിനും കുറേ കഴിയുമ്പോൾ അത് നിന്ന് മാറി ആ ഒരു സ്വസ്ഥത ഉണ്ടാകുന്നു. ഒരിക്കലും ഇത് രണ്ടും തുടർന്നു നിൽക്കുന്നില്ല. പ്രദക്ഷിണ പ്രധ്വംസാൻ പൃഷ്ഠത കൃത്വ എന്നുവെച്ചാൽ അതിന് പിന്തിരിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആ കർമ്മങ്ങളെയും കർമ്മഫലമായി കിട്ടുന്ന ലോകങ്ങളേക്കും എല്ലാം നിസ്സാരമായി കണ്ടിട്ട് അതിനെ പുറംതിരിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചിട്ടെന്ന് ഇങ്ങനെയുള്ള ആ കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പൃഷ്ഠത കൃത്വ അവിദ്യ കാമദോഷ പ്രവർത്തിത കർമ്മചിതാൻ ധർമാധർമ്മ നിർവർത്തിതാൻ ഇത്യേത്. പൃഷ്ഠത എങ്ങനെ വേണം ഇതിനെ പിന്തിരിഞ്ഞു അതിനെ ഉപേക്ഷിക്കേണ്ടത് എങ്ങനെ വേണം? അവിദ്യ കാമ ദോഷപ്രവർത്ത കർമ്മചിതാൻ ധർമാധർമ്മ നിർവർത്തിതാൻ ഇത്യത്. ഇത് കാരണം ഇത് അവിദ്യ കൊണ്ടും കാമം കൊണ്ടും അവിദ്യ കാമദോഷങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്ന കർമ്മചിതാൻ ആ കർമ്മങ്ങളുടെ ഫലമാണ്. ഈ കർമ്മങ്ങൾ എപ്പോഴും ധർമാധർമ്മങ്ങൾ നല്ല പുണ്യകർമ്മങ്ങൾ കാണും, പാപകർമ്മങ്ങൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്ത് പുണ്യകർമ്മം ചെയ്താലും അതിലൊരു ചെറിയ പാപലേശം കാണും. എത്ര പാപകർമ്മം ചെയ്താലും അതൊരു പുണ്യലേശം. ഇപ്പോൾ ഈയിടെ ഒരു കള്ളനെ ഇവിടെ പിടിച്ചതിൻ്റെ പേപ്പറിലൊക്കെ വലിയ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അയാൾ ഒത്തിരി പേർക്ക് ഒത്തിരി സംഗതികൾ ചെയ്ത് കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്ത് ദോഷം ചെയ്താലും ഒരു പട്ടിണി കിടക്കുന്നവർക്കൊരു ആഹാരം കൊടുക്കുക അതൊരു പുണ്യപ്രവൃത്തിയാണ്. അവരുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. എന്ന് പറഞ്ഞാൽ ഏത് പാപകർമ്മത്തിലും ഒരു പുണ്യലേശം കാണും. അങ്ങനെ ധർമാധർമ്മ നിർവർത്തിതാൻ ധർമാധർമ്മങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് നിർവഹിക്കപ്പെട്ടതാണ് ഈ കർമ്മങ്ങളെല്ലാം. അതുകൊണ്ട് ഇതിനെല്ലാം ഈ പ്രദക്ഷിണ പ്രധ്വംസം ക്ഷണം തോറും നശിച്ചുകൊണ്ടിരിക്കുകയെന്നൊരു ദോഷം ഒന്നും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. ബ്രാഹ്മണസ്യൈവ വിശേഷത അധികാരഃ സർവത്യാഗേന ബ്രഹ്മവിദ്യായാമിതി ബ്രാഹ്മണഗ്രഹണം നിർവേദമായാസ്ത്യക ബ്രാഹ്മണോ നിർവേദമായാതി എന്നാണല്ലോ. ബ്രാഹ്മണൻ എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ സാധനാദുഷ്ടയ സമ്പന്നനായിരിക്കും, അതാണ് ബ്രാഹ്മണൻ. അല്ലാതെ ബ്രാഹ്മണൻ ജനിച്ചവനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇത് വായിക്കാൻ ഗീതയിലും ഒക്കെ ഉണ്ടത് ബ്രാഹ്മണൻ ആരാണെന്ന്. ഈ ബൃഹദാരണ്യത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മജ്ഞാനിയാണ്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് വേണ്ട ഇപ്പം ഇയാൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളല്ലോ. അപ്പം ആ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ട അധികാരിത സമ്പാദിച്ച സാധനയെ ദുഷ്ടയെ സമ്പന്നൻ. നല്ലപോലെ ചിന്തിക്കണം അതിനെക്കുറിച്ച്. പരീക്ഷിക്കാതെ പിന്നെ നല്ലപോലെ മനസ്സുകൊണ്ട് ചിന്തിച്ചു വെക്കണം. അല്ലാതെ സ്വർഗത്തിൽ പോയി അനുഭവിച്ചിട്ട് തിരിച്ചിവിടെ വന്നിട്ട് പിന്നെയും പോയിട്ട് പല പ്രാവശ്യം പോയിട്ട് വന്നിരിക്കുന്ന ആളായിരിക്കും. സർവതോ യാഥാത്മ്യേനാവധാര്യ പരീക്ഷ എന്നുള്ളതിനർത്ഥം പറഞ്ഞു. നല്ലപോലെ യഥാർത്ഥമായിട്ട് അതിനെയൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം, ചിന്തിച്ച്. ബ്രാഹ്മണസൈവ വിശേഷത അധികാര സർവത്യാഗേന ബ്രഹ്മവിദ്യായാം ഇത് ബ്രാഹ്മണഗ്രഹം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ വിരക്തനായിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേന് വേറൊന്ന് മനസ്സിൽ കയറി വരും. പരീക്ഷ ലോകാൻ കിം കുര്യാത് ഇത്യുച്യതേ നിർവേദം നിഹി പൂർവം
വിധി അത്ര വൈരാഗ്യാർത്ഥേ വൈരാഗ്യമായാത് കുര്യാത് ഇത്യേത്. വിധി എന്നുള്ളതാണ് ക്രിയ ഇവിടെ. വിധി എന്നുള്ളതിൻ്റെ കൂടെ നി എന്ന് ഉപസർഗം ചേർത്തപ്പം നിർവേദമായി അതിനർത്ഥം വൈരാഗ്യം ഉണ്ടാകണം. അപ്പം ഈ കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലുമെല്ലാം വൈരാഗ്യം ഉണ്ടാകണമെന്ന് അർത്ഥം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി എന്നാണ്, അല്ലാതെ വിരോധം ഒരിക്കലും അർത്ഥം എടുക്കാൻ പാടില്ല. കാരണം വിരോധം ഒരു വികാരമാണ്, അത് മാറുമ്പോൾ മറ്റൊരു വികാരം വരും. ഇപ്പം ഈ ഒരു വളരെ പിണങ്ങിയിരിക്കുന്നവരോട് ചിലപ്പോൾ ഇണങ്ങുന്നില്ല. അപ്പം പിണങ്ങുക എന്നുള്ളത് ഒരെണ്ണത്തിൻ്റെ രണ്ട് വശങ്ങളൊന്നേ ഉള്ളൂ. ഇത് രണ്ടും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വൈരാഗ്യം. വിഗതമായ രാഗം, ഒരു രാഗം ആ വിഷയത്തിലില്ല, ഒരു പറ്റുമാനമില്ല അതിൽ. വൈരാഗ്യപ്രകാരം പ്രദർശിത. എങ്ങനെയാണ് സംസാരം, എങ്ങനെയാണ് വൈരാഗ്യം, എന്താണ് വൈരാഗ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇഹ സംസാരേ നാസ്തി കശ്ചിദപി ആകൃത പദാർത്ഥ. ആകൃതമായ പദാർത്ഥം, അതായത് എന്ത് പദാർത്ഥം ഇവിടെ ഉണ്ടോ അത് നമ്മളൊരു കർമ്മം ചെയ്തുണ്ടാക്കിയതായിരിക്കും. ആരെങ്കിലും ഒരു കർമ്മം ചെയ്തതിൻ്റെ ഫലമായിരിക്കും ആ പദാർത്ഥം. ഇപ്പം എന്തൊരു വസ്തു എടുത്താലും അതൊരു കർമ്മത്തിൻ്റെ ഫലമായിരിക്കും. കശ്ചിത് അഭി ആകൃത പദാർത്ഥ. ഈ സംസാരത്തിൽ, ഈ ലോകത്തിൽ ഒന്നും തന്നെ ആകൃതമായിട്ടില്ല. സർവ്വേവ ഹി ലോകാഹ കർമ്മചിതാഹ. കർമ്മകൃതത്വാത് ച അനിത്യഃ. സർവേ ഏവ ഹി ലോകാഹ കർമ്മചിതാഹ. ഈ ലോകത്തിൽ കാണുന്ന സർവസ്വവും കർമ്മചിതമാണ്, കർമ്മം കൊണ്ട് ഉണ്ടായതാണ്. കർമ്മചിതാഹ കർമ്മകൃതത്വാത് ച അനിത്യാഹ. കർമ്മം ചെയ്തത് ഉണ്ടായതായിട്ട് അനിത്യവുമായിരിക്കും. കാരണം ഒരു കർമ്മം ചെയ്തുണ്ടാക്കിയാൽ ആ കർമ്മത്തിൻ്റെ കാലം, അതിൻ്റെ ഒരു അവധി കഴിയുമ്പോൾ ആ സംഗതി തീർന്നു പോകും. ഇതുകൊണ്ട് അതെല്ലാം അനിത്യമായിരിക്കും. എന്നാൽ നിത്യം കിഞ്ചിത് അസ്ഥീതി അഭിപ്രായ. ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ ഒന്നും തന്നെ നിത്യമായിട്ടില്ല, എന്തായാലും അത് മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഏത് നല്ലതായാലും ചീത്തയായാലും സുഖമാണേലും തൽക്കാലം സുഖമെന്ന് തോന്നുന്നല്ല, അത് നിത്യസുഖമാകുന്നില്ല. അപ്പോൾ ഒന്നും തന്നെ നിത്യമായിട്ടില്ല, എല്ലാം അനിത്യം തന്നെയാണ്. സർവം തു കർമാനിത്യസൈവ സാധന. സർവം തു കർമ്മ അനിത്യസൈവ സാധന. കർമ്മം എന്ന് പറഞ്ഞത് എല്ലാം തന്നെ, ഏത് വിധത്തിലുള്ള കർമ്മമാണെങ്കിലും അനിത്യമായൊരു ഫലം മാത്രം ഉണ്ടാക്കുന്നതാണ്. അനിത്യസൈവ സാധന. യസ്മാത് ചതുർവിധം ഏവ ഹി സർവം കർമ്മ കാര്യം. സർവം കർമ്മകാര്യം, എല്ലാ കർമ്മത്തിൻ്റെയും കാര്യം 4 രീതിയിലാണ്. അതായത് ഉൽപാദ്യം, ആപ്യം, സംസ്കാര്യം, വികാര്യം. 4 രീതിയിലേ ഉള്ളൂ കർമ്മങ്ങൾ. ഈ 4 രീതിയിലുള്ള കർമ്മങ്ങൾ, ഒന്ന് ഉൽപാദ്യം, എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുക, കുടം ഉണ്ടാക്കി, ഉൽപാദ്യമാണത്. ഉൽപാദ്യം. ആപ്യം, പ്രാപിക്കുക, നമ്മളവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് ഇവിടെ വന്നു, ഇതിനെ പ്രാപിച്ചു, ആപ്യം. സംസ്കാര്യം, സംസ്കരിക്കുക, അതിൻ്റെ ദോഷങ്ങളൊക്കെ കളഞ്ഞിട്ട് നന്മകൾ വരുത്തുക. ഗുണാധാനം, ദോഷാപനയനം, സംസ്കാരം എന്ന് പറയുന്നത്. ദോഷങ്ങളെ ഇല്ലാതാക്കി ഗുണാധാനം ചെയ്യുക, ഗുണം ഉണ്ടാക്കുക. ഇപ്പം സ്വർണം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ണും സ്വർണ്ണം അല്ലാത്തതിനെയൊക്കെ കളയുക. ഇപ്പം മണ്ണ് സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണല്ലാത്തതിനെയൊക്കെ കളയുക. ഇപ്പം അത് ചിലപ്പം മണ്ണിലുള്ള മറ്റു സാധനങ്ങളായിരിക്കും വില കൂടിയത്, അത് പ്രശ്നമാണ്. മണ്ണിനെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണല്ലാത്തതൊക്കെ മാറുക. ആപ്യം, സംസ്കാര്യം, വികാര്യം, വികാരപ്പെടുക, പരിണമിക്കുക, ഒന്നിനെ മറ്റൊന്നായി പരിണമിക്കുക, അതാണ് വികാര്യം. പാല് തൈരാകുന്നത് പോലെ. അപ്പം അത് വികാര്യം. ഇങ്ങനെ 4 രീതിയിലേ ഉള്ളൂ എല്ലാ കർമ്മങ്ങളും. എല്ലാ കർമ്മങ്ങളുടെയും ഫലം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. കർമ്മമാണ്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തെങ്കിലല്ലേ എവിടെ എത്തണമെങ്കിലും അതാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം, അതും ആപ്യമാണ്. സ്വർഗം എന്ന് പറയുന്ന ആപ്യമാണ്, പ്രാപിക്കേണ്ടതാണ്. വികാര്യം വാ ന അതപ്പരം കർമ്മണോ വിശേഷോ അസ്തി. ഇതല്ലാതെ ഒരു കർമ്മവുമുണ്ട്. ഈ 4 വിധത്തിലുള്ള കർമ്മങ്ങളല്ലാതെ വേറൊരു കർമ്മവുമില്ല. കർമ്മത്തിന് വേറെ വിശേഷമൊന്നുമില്ല, വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് ഇത്രയും മാത്രമേ ഇതുകൊണ്ട് സാധിക്കുന്നുള്ളൂ. വിശേഷവസ്തി അഹം ച എന്നാൽ ഇത്രയും മാത്രമേ കർമ്മങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ഞാനാകട്ടെ അഹം ച
നിത്യേന അമൃതേന അഭയേന കൂടസ്ഥേന അചലേന ധ്രുവേണ അർത്ഥേന അർത്ഥി ന തദ്വിപരീതം. ഞാനാകട്ടെ എനിക്ക് വേണ്ടതെന്താണ്? എനിക്ക് ഇതിലൊന്നും വേണ്ട. ഉൽപ്പാദ്യവും വേണ്ട, ആപ്യവും വേണ്ട, സംസ്കാരവും വേണ്ട, വികാരവും വേണ്ട. ഈ കർമ്മഫലമായിട്ടുണ്ടാകുന്ന ഒന്നും തന്നെ എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് നിത്യേന, നിത്യമായിട്ടുള്ളതും, അമൃതേന, ഒരിക്കലും നശിക്കാത്തതും, അഭയേന, ഒരു ഭയവുമില്ലാത്തതും. അവിടെ അദ്വൈതത്തിലേ ഉള്ളൂ ഭയമില്ലാഴിക. ദ്വിതീയാദ്വൈ ഭയം. ദ്വിതീയം എന്ന് പറയുന്നിടത്ത് ഭയമുണ്ട്. അഭയേന കൂടസ്ഥേന, കൂടസ്ഥന് കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. രണ്ടർത്ഥം പറയുന്നു. മായയിൽ സ്ഥിതി ചെയ്യുന്നവനെന്നും കൂടം പോലെ യാതൊരു മാറ്റവുമില്ലാത്ത സ്ഥിതി ചെയ്യുന്നവനും, അചലേന, യാതൊരു ചലനവുമില്ലാത്ത, യാതൊരു മാറ്റവുമില്ലാത്തവനും, ധ്രുവേണ, ഒരേപോലെ സ്ഥിതി ചെയ്യുന്നവനും, ഇങ്ങനെയുള്ള അർത്ഥേന അർത്ഥി, ഇങ്ങനെയുള്ള ഒരു എണ്ണത്തിനെയാണ്, ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ എന്താ, ഇങ്ങനെയുള്ള അർത്ഥം, ഒരു സാധനത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അർത്ഥേന അർത്ഥി, ഇങ്ങനെ ഒരു അർത്ഥത്തെ ഞാൻ ആണ് അർത്ഥിക്കുന്നത്. ധ്രുവേണ അർത്ഥേനാർത്ഥി ന തദ്വിപരീതം. ഇതിന് വിപരീതമായിട്ടൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഈ 4 വിധത്തിലുള്ള കർമ്മങ്ങളും ചെയ്തിട്ട് അത് നശിച്ച്, അതിൻ്റെ ഫലമെല്ലാം നശിച്ചു പോകുന്നതുകൊണ്ട് ആ കർമ്മഫലമൊന്നും വേണ്ട. അതായത് അത്തരം കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ഒരിക്കലും നശിക്കാത്തതായ, യാതൊരു പരിണാമവുമില്ലാത്തതായ, യാതൊരു വികാരവുമില്ലാത്ത, എന്നും ഒരേപോലെ നിൽക്കുന്ന ആ വസ്തുവിനെയാണ് എനിക്ക് ലഭിക്കേണ്ടത്. അതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അർത്ഥി, ഞാൻ അർത്ഥി എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങനെ ഒരെണ്ണത്തിനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതക്കിം കൃതേന കർമ്മണ ആയാസബഹുലേന അനർത്ഥസാധനേന ഇത്യേവം നിർവിണ്ണഃ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നിർവിണ്ണം. അതുകൊണ്ട് കിം കൃതേന കർമ്മണ, ഈ കർമ്മം എന്ന് പറഞ്ഞത് കർമ്മണ ആയാസബഹുലേന, വളരെ കഷ്ടപ്പെട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അർത്ഥസാധനേന, അനർത്ഥസാധനേന, വളരെ പ്രയാസപ്പെട്ട് വളരെ അനർത്ഥങ്ങളുണ്ടാക്കുന്ന രീതിയിൽ ഏവം ഇങ്ങനെ കർമ്മം ചെയ്തിട്ടുണ്ടാകുന്ന ഒന്നും എനിക്ക് വേണ്ട എന്ന് നിർവിണ്ണഃ. അഭയം ശിവം അകൃതം നിത്യം പദം എത്തത് വിജ്ഞാനാർത്ഥം. അപ്പം ഇങ്ങനെ വിരക്തനായിട്ട് അഭയവും ശിവവും അത്യന്ത മംഗളകരവും അകൃതവും ഒരു പ്രവൃത്തി കൊണ്ടും ഉണ്ടാകാത്തതും, ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ഉള്ളതാണ്. അതിനെ ഒരു പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് പ്രവൃത്തി കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റാത്തത്. അകൃതം നിത്യം പദം എത്തത് തദ്വിജ്ഞാനാർത്ഥം വിശേഷേണ അധിഗമനാർത്ഥം, അധിഗമാർത്ഥം. വിശേഷേണ, അതായത് വെറും പേര് പറയാനല്ല, അതിനെ നല്ലപോലെ വിശേഷമായിട്ട് ഈ പറഞ്ഞ എല്ലാ ലക്ഷണത്തോടും കൂടി അപരോക്ഷമായിട്ട് അറിയുന്നതിന് വേണ്ടി സ നിർവിണ്ണഃ ബ്രഹ്മണഃ ഗുരും ഏവാചാര്യം ശമതമ ദയാദി സമ്പന്നം അഭിഗച്ഛേത്. അങ്ങനെ വളരെ വിരക്തനായി തീർന്ന ഈ ബ്രാഹ്മണൻ ശമതമ ദയാദി സമ്പന്നനായ ഗുരുവിനെ തന്നെ പ്രാപിക്കണം. ശാസ്ത്രജ്ഞോപി സ്വാതന്ത്ര്യേണ ബ്രഹ്മജ്ഞാന അന്വേഷണം എന്ന കുര്യാത്. ഒന്ന് ശാസ്ത്രമൊക്കെ നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിലും വെറുതെ പോയി ശാസ്ത്രം പഠിച്ചിട്ട് ബ്രഹ്മത്തെ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാന അന്വേഷണം ന കുര്യാത് ഇത്യേതൽ ഗുരും ഏവ ഇതി അവധാരണ ഫലം. അവധാരണം അങ്ങനെ നിർണയിച്ചിരിക്കുകയാണ്. ഗുരുവിനെ തന്നെ പ്രാപിക്കണം. അതെങ്ങനെ വേണം? സമിത്പാണിഹി, സമിത്തോടുകൂടി, കയ്യിൽ സമിത്തുണ്ടായിരിക്കണം. സമിത്ഭാരഗൃഹീതഹസ്തഃ ശ്രോത്രിയം അധ്യേന ശ്രുതാർത്ഥസമ്പന്നം ബ്രഹ്മനിഷ്ഠം ഹിത്വാ സർവകർമാണി കേവലേ അദ്വയേ ബ്രഹ്മണി നിഷ്ഠ യസ്യ സ്വയം ബ്രഹ്മനിഷ്ഠഃ. ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥമുണ്ടായിരുന്നു. ഹിത്വാ സർവകർമാണി, മറ്റ് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് കേവലേ അദ്വയേ ബ്രഹ്മണി നിഷ്ഠ, ആ അദ്വയ ബ്രഹ്മത്തിൽ തന്നെ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന ആളാണ് ബ്രഹ്മനിഷ്ഠൻ. സഹ അയം ബ്രഹ്മനിഷ്ഠ ജപനിഷ്ഠ സ്തപോനിഷ്ഠ. ഇത് നമ്മുടെ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ
ഈ ജപനിഷ്ഠ എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെ നിഷ്ഠയോടുകൂടി ജപിക്കുക. ഇത്ര സമയത്ത് ഇത്ര സമയം ഇത്ര എണ്ണം ഇങ്ങനെ ജപിക്കുക എന്നുള്ളൊരു നിഷ്ഠ, അതൊരു നിഷ്ഠയായിട്ട് ചെയ്യുക. ആ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മത്തിൽ തന്നെ നിഷ്ഠയോടിരിക്കുക. ജപനിഷ്ഠനാണെങ്കിൽ ജപത്തിൽ നിഷ്ഠയോടിരിക്കുക. അപ്പം ഈ ബ്രഹ്മനിഷ്ഠൻ എപ്പോഴും ബ്രഹ്മത്തെ, അതായത് മറ്റ് യാതൊരു വ്യാവഹാരികമായ വിഷയങ്ങളിലും മനസ്സധികം പോകാതെ എപ്പോഴും ആ ബ്രഹ്മത്തെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും. ബ്രഹ്മനിഷ്ഠ ഇത് നഹി കർമ്മണോ ബ്രഹ്മനിഷ്ഠത സംഭവതി. കർമ്മികൾക്ക് ബ്രഹ്മനിഷ്ഠ ഉണ്ടാകുന്നില്ല. കാരണം കർമ്മ ആത്മജ്ഞാനയോർ വിരോധമാണ്. കർമ്മവും ആത്മജ്ഞാനവും വിരോധമാണ്. എന്താണെന്ന് വെച്ചാൽ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന പേരുള്ള ഞാൻ, ഇന്ന നാളിൽ ജനിച്ച ഞാൻ ഇന്ന ഫലത്തിന് വേണ്ടി ഇന്ന കർമ്മം ചെയ്യുന്നു എന്നാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യുന്നതിന് വിനിയോഗമുണ്ട്. അത് ഇന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ഇന്ന പേരുള്ള ഞാൻ ഇന്ന ഫലത്തിന് വേണ്ടി ഇന്ന കർമ്മം ചെയ്യുന്നു എന്ന കർമ്മം ഇങ്ങനെ സങ്കല്പിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ളതും ഞാൻ നിഷ്കർമ്മയാണ്, കർമ്മേ ഇല്ലാത്ത ആത്മാവാകുന്നു എന്നും ഒരു ചിന്തിക്കാൻ പറ്റും. അതാണ് കർമ്മ ആത്മജ്ഞാനയോ വിരോധാത് സദം ഗുരും വിധിവത് ഉപസന്നഃ പ്രസാദ്യ പൃച്ഛേദ അക്ഷരം പുരുഷം സത്യമായ അക്ഷരപുരുഷനെ കുറിച്ച് അങ്ങനെയുള്ള ഗുരുവിനോട് ചോദിക്കണം. അകർമ്മത്തിൽ കർമ്മത്തെയും അകർമ്മത്തെയും വാക്യത്തിൽ പറയുന്നത് അകർമ്മത്തിൽ ഞാനെ സംബന്ധിച്ച് കർമ്മം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സാക്ഷിഭാവം ചെയ്യുന്നതാണ് കർമ്മമില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളാണ് ശരിയായ കർമ്മനിഷ്ഠൻ എന്ന കർമ്മനിഷ്ഠൻ എന്നാണ് പറയുന്നത്. അകമേ ബ്രഹ്മനിഷ്ഠയും പുറമേ കർമ്മനിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുക, അത് പറഞ്ഞ വിധി അനുസരിച്ച് തന്നെ കർമ്മം ചെയ്യുക. പുറമേ നോക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കർമ്മമില്ല. അതുകൊണ്ടാണ് അകമേ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത്. അകമേ ബ്രഹ്മനിഷ്ഠനായിരിക്കും, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് എത്ര സമയത്ത് ഇന്നതുപോലെ പറഞ്ഞ പോലെ ആ കർമ്മം നിർവഹിക്കുന്നുണ്ട്. ഇപ്പം പുറമേ നോക്കുമ്പോൾ കർമ്മനിഷ്ഠനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വയം അഭിമാനം, സ്വയം അനുഭവം ബ്രഹ്മനിഷ്ഠനാണ്. സാക്ഷിഭാവത്തിൽ ചെയ്യുക കർമ്മം. പ്രാരബ്ധം കൊണ്ട് വരുന്ന കർമ്മങ്ങളെ സാക്ഷിഭാവത്തെ കർമ്മം നമ്മൾ പറയുന്നത് അതൊരു ചേഷ്ടയാണ്. കർമ്മം എന്ന് പറയുന്നത് ചേഷ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇന്നതിന് വേണ്ടി ഇന്നത് ചെയ്യുന്നു എന്നുള്ള ആ ഒരു അല്ലാതെ ചെയ്യുന്നതാണ് ചേഷ്ട. നമ്മളിപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് തുമ്മാൻ തോന്നി, ആര് പറഞ്ഞിട്ടാണ് തുമ്മിയത്? എന്തെങ്കിലും ഒരു അല്ല, ആവശ്യമായിട്ട് അങ്ങനെ വന്നു. അവധൂതരാണെങ്കിൽ ശരീരം നിലനിർത്താൻ മാത്രം ഉള്ള ചേഷ്ടകൾ, ജ്ഞാനിയാണെങ്കിൽ പ്രാരബ്ധം ഉണ്ടെങ്കിൽ അത് അവധൂതൻ ആ അവധൂത നിലയിൽ വരുന്നത് ഒരു പ്രാരബ്ധത്തിൻ്റെ പ്രാരബ്ധമാണ്. കർമ്മം കൂടുതലുള്ള പ്രാരബ്ധമാണെങ്കിൽ അവർ കർമ്മം ചെയ്യും. അതും കർമ്മം ഇല്ല. അത് അകമേ ബ്രഹ്മനിഷ്ഠനും പുറമേ കർമ്മനിഷ്ഠനും എന്നതാണ് സ്വാമി പറയുന്നത്. അപ്പോൾ പുറമേ നോക്കുന്നവർക്ക് ഭയങ്കര കർമ്മയാണ്, അതെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. പക്ഷെ അവർ സ്വയം ചെയ്യുന്നില്ല എന്നവർ പിന്നെ നമ്മൾ ഈ ഭാഷ്യത്തിൻ്റെ അകത്ത് വായിക്കും, ഒരു കർമ്മം നടക്കണമെങ്കിൽ ഈ ശരീരം ഞാനാണെന്നും ഇതിലുള്ള ഇന്ദ്രിയങ്ങൾ ആ ഉപാധികളെല്ലാം അല്ലെങ്കിൽ സൂക്ഷ്മമായ ഉപാധികളെല്ലാം എൻ്റേതാണെന്നുമുള്ള ആ ഒരു ബോധത്തോടുകൂടി കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന അങ്ങനെ ഇപ്പോൾ ശരീരം ഞാനാണെന്നൊരു ബോധമായിരുന്നു, ഇതൊക്കെ എൻ്റേതാണെന്നും ബോധം പറയുന്നു. പക്ഷേ ആ ബോധം വരിക എന്ന് പറയുന്നത് തൽക്കാലം തോന്നിയതൊന്നും മാറി. ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഒരാൾക്കൊരു കാര്യം ചെയ്ത് കൊടുക്കുക, നമ്മുടേതൊന്ന പോലെ നമ്മൾ ചെയ്യും. പക്ഷേ നമ്മുടേതല്ലെന്ന് നമുക്ക് അന്നേരവും അറിയാം, അത് കഴിയുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോവുകയും ചെയ്യും. അന്നേരം നമുക്കൊന്നും തോന്നുന്നില്ല, നമ്മുടെ ആ ഇട്ടേച്ച് എന്ന് പറയുന്ന പോലെ ഈ ബ്രഹ്മനിഷ്ഠൻ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇത് തൻ്റേതല്ല എന്നുള്ള പൂർണ്ണമായ അറിവ് അവരുടെ ഉള്ളിലുണ്ട്. ഏറ്റെടുക്കുന്നില്ല, അതിൻ്റെ കർമ്മം സഞ്ചയിക്കുന്നില്ല. കാരണം അവിദ്യ നശിച്ചു പോയി. അവിദ്യ നശിച്ചാൽ പിന്നെ കർമ്മം സഞ്ചയിക്കത്തില്ല.
ഗുണേഷ് വർത്തന്റെ ഗുണങ്ങളുടെ സമ്മിശ്രമാണ്. അപ്പൊ അത് സാക്ഷിഭാവം തന്നെയല്ലേ ശരി? ഒരു ഫലകാംക്ഷയുണ്ട്. കാരണം ഇത് എന്റെ ശരീരത്തിന്റെ അല്ല, ഗുണങ്ങളുടെ സമ്മിശ്രം കൊണ്ട് ഉണ്ടാകുന്ന പ്രക്രിയയാണ് കർമ്മം എന്നുള്ള സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അപ്പൊ സാക്ഷിഭാവം തന്നെയല്ലേ അവിടെ ശരിക്കും? സാക്ഷിഭാവത്തിൽ ശരീരമല്ലല്ലോ ചെയ്യുന്നത്, ശരീരം ചെയ്യുന്നു, ഞാൻ സാക്ഷി മാത്രം. അന്നേരം ഒന്നും ചിന്തിക്കണ്ടല്ലോ, ഞാൻ എന്നിട്ട് ശരീരം കർമ്മം ചെയ്യുന്നു. ഒരു ബ്രഹ്മനിഷ്ഠനും ആ സമയത്ത്, അതായത് ഇപ്പൊ ഒരു ബ്രഹ്മനിഷ്ഠൻ എടുത്ത സമൽപ്പാണി ഇത് പഠിക്കാൻ ചെല്ലുന്നു, അദ്ദേഹം പഠിപ്പിക്കുന്നു, ആചാര്യം പഠിപ്പിക്കുന്നു. അതെ, എനിക്ക് ചൂട് കാരണം ടീച്ചർ നോക്കണ്ട, കുഴപ്പമില്ല, ടീച്ചറെ ബുദ്ധിമുട്ടല്ല, കരുതിയിരിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ സാക്ഷിഭാവത്തിൽ, ഉള്ളിൽ സാക്ഷിഭാവത്തിൽ ഒന്നും ചിന്തിക്കണ്ടല്ലോ, നമ്മളൊരു കാര്യം ചിന്തിച്ചിട്ടല്ലോ അന്നേരം ചെയ്യുന്നു. ഇപ്പം നമ്മൾ ചോറുണ്ണുന്നു, ഞാനൊരു ചോറുണ്ണാണ്, ഇത്ര സ്വാദുണ്ടെന്ന് അറിയണം, എനിക്ക് നിറയാൻ കാണുമോ എന്നൊക്കെ വിചാരിച്ചാണ് ഉണ്ണുന്നത്. കഴിക്കുകയാണ്, ഞാൻ കഴിക്കുക എന്നാണല്ലോ. ഞാൻ കഴിക്കുന്നു അതൊരു ഈ ബ്രഹ്മനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പഠിക്കാൻ ചെല്ലുന്നു, പഠിപ്പിക്കുന്നു, അതേ സംശയങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അവിടെ ഒരു കർമ്മം നടക്കുന്നുണ്ട്, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. ആ ഒരു മനോനില ഏതിലായിരിക്കും? ഞാൻ പഠിപ്പിക്കുന്നു സാക്ഷിഭാവത്തിൽ അങ്ങനെ ഒന്നും വിചാരിക്കത്തില്ല. ഞാൻ പഠിപ്പിക്കുന്നു എന്തിനാ വിചാരിക്കുന്നു? അത് ഗുണാഗുണേഷു വർത്തന്തേന് മത്വാണ് സത്യത. അപ്പൊ ശരിക്കും സാക്ഷിഭാവം തന്നെ പറയേണ്ടി വരും. ഗുണങ്ങളാണല്ലോ ചെയ്യിക്കുന്നത്. നമ്മളൊന്നും അന്നേരം വിചാരിക്കുന്നില്ല. എന്തോ വിചാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചപ്പോ ചെയ്യുമ്പോ ഈ ഗുണങ്ങൾ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഇതൊന്നും വരത്തില്ല. ഗുണങ്ങളെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർമ്മം ചെയ്യുക, അപ്പോഴല്ലേ നമുക്ക് ശരിയായിട്ട് കർമ്മം ചെയ്യാൻ പറ്റും. സാധാരണ നിലനിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ല, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. കർമ്മത്തെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിലല്ലേ കർമ്മം ശരിക്കും ചെയ്യാൻ പറ്റും. ബ്രഹ്മനിഷ്ഠൻ അറിയാം താനല്ല ചെയ്യുന്നത്. ഞാൻ അതാ ടീച്ചറെ ചോദിച്ചത്. ഞാൻ അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാൻ സാക്ഷിയെ മാത്രമാണെന്നുള്ള ബോധം കാണുമല്ലോ എന്നാണ് ചോദിച്ചത്. ചെയ്യുമ്പോഴും ആ സമയത്ത് ഇത് നമുക്കങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കണ്ടല്ലോ. അദ്ദേഹം ആ നില അപരോക്ഷമായിട്ട് ബോധിച്ചോണ്ട് പിന്നെ ചിന്തയുടെ പ്രശ്നം. ഉമേശന് പേരിട്ടു, ഉമേശെന്ന്. ഞാൻ ഉമേശാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ടാവും. അത് നമ്മുടെ ഒരു സഹജമായി എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം സഹജമായി തീരും, സഹജമാണ്. പിന്നെ നമ്മുടെ പ്രാരബ്ധം അനുസരിച്ച് വരുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചത് ഈ അഭ്യാസം മൂലം ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഈ മനനം ചെയ്ത് ഓരോ പ്രവൃത്തി ഇത് ഫലം എന്തായാലും ഗുണങ്ങളുടെ സമ്മിശ്രമാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അഭ്യാസം എങ്കിലല്ലേ ആ എപ്പോഴും സഹജമാകത്തുള്ളൂ. അഭ്യാസേനത് കൗന്ദയ വൈരാഗ്യേനത് ഗൃഹ്യത. അത് നമുക്ക് ഒരെണ്ണം സഹജമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഞാൻ അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഹജമാകുന്ന വരെയുള്ളൂ നമുക്ക് പ്രവർത്തിക്കേണ്ടത്, ആ വിഷയത്തിൽ നമ്മൾ പ്രയത്നിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അത് സഹജമായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പ്രയത്നിക്കുന്നു? അതങ്ങനെ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിന്നെ ഒരു ജോലിക്ക് കയറി, ആ ജോലി ഇപ്പം ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആദ്യത്തെ കയറുന്ന ദിവസം നമ്മളവിടെ തന്നെയാണോ എന്ന് തന്നെയായിരിക്കും. പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇന്ന ജോലിക്ക് പോവാണ്, ഇന്ന ജോലിയാണ് എൻ്റെ എന്നൊക്കെ ഒരു തോന്നൽ വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സഹജമായിട്ട് തീരും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റത് ചെയ്യുന്നു, അത് സഹജമാണ്. അതുപോലെ ഞാൻ സാക്ഷിയാണ് എന്നൊരു ബോധം, ഇത്രയും അസാക്ഷിത്വത്തിൽ നിന്നല്ലേ നമ്മൾ ഈ സാക്ഷി അറിയുന്നത്. അപ്പം ഈ സാക്ഷ്യങ്ങളെല്ലാം പ്രവൃത്തിയുള്ളപ്പോഴേ ഉള്ളൂ സാക്ഷ്യം. അതെ, കർമ്മം ചെയ്യുമ്പോഴേ ഉള്ളൂ. അതെ, അത് പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാതാവണം. സാക്ഷ്യമേ ഇല്ല എന്നുള്ളത് അപരോക്ഷമായിട്ട് ബോധിച്ച് കഴിയുമ്പോഴേ അത് സഹജമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും, ഞാൻ സാക്ഷിയാണ്. പൃച്ഛേദക്ഷരം പുരുഷൻ സത്യം. ആ അക്ഷരപുരുഷനെ കുറിച്ച് ചോദിച്ചു. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വിരക്തി വേണം വിഷയങ്ങളിൽ.
വിരക്തി ഇല്ല എങ്കിലും ഒന്നും തന്നെ നടക്കണം. പിന്നെ മനസ്സിലിങ്ങനെ എപ്പോഴും മനസ്സ് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും വിരക്തി ഇല്ലെങ്കിൽ. അറിയുക. നീ എന്ന ഉപസർഗം ചേർന്നുകൊണ്ട് അതിന് വൈരാഗ്യം നല്ലതാണ്. വിരക്തമായി, വിരക്തി എന്നർത്ഥമായി. അതിനല്ലേ വിസർഗ ഈ അതിപ്പം നിശേഷം അറിവെന്നു അല്ല, അങ്ങനല്ല. അത് ഓരോ ഇപ്പം ഇത് ഈ ഉപസർഗം ചേർക്കുന്നതനുസരിച്ച് ധാതുവിൻ്റെ അർത്ഥത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഉദാഹരണം പറയുന്നത് ആഹാര വിഹാര പരിഹാരവത്. ഹര എന്നാണ് അതിൻ്റെ ധാതു. ആഹാരം എന്തുവാണ്, വിഹാരം എന്തുവാണ്, എന്ത് വ്യത്യാസം? പരിഹാരം. ഇതെല്ലാം ഒരു ധാതുവിൽ നിന്നുണ്ടായത്. അപ്പം ആ ഉപസർഗം ചേരുന്നതനുസരിച്ച് അതിൻ്റെ അർത്ഥം ബലാത് അന്യത്ര നീയതയെന്ന് വേറൊരു രീതിയായിട്ട്. പരീക്ഷ്യലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായ നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. പരീക്ഷ്യലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായ നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആയാത് ന അസ്തി എന്നാണ് അവിടെ വാക്ക്. നാസ്തി അകൃതകൃതേന നാസ്തി ആയാത് ന അസ്തി അകൃതഃ ഹൃദയേന. തസ്മൈ സവിദ്വാൻ ഉപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ യേന അക്ഷരം പുരുഷം വേദ സത്യം പ്രോവാചതാം തത്വതോ ബ്രഹ്മവിദ്യാം. തസ്മൈ സവിദ്വാൻ ഉപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ യേന അക്ഷരം പുരുഷം വേദ സത്യം പ്രോവാചതാം തത്വതോ ബ്രഹ്മവിദ്യാം. തസ്മൈ സഹ വിദ്വാൻ ഉപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ യേന അക്ഷരം പുരുഷം വേദ സത്യം പ്രോവാച താം തത്വതഃ ബ്രഹ്മവിദ്യാം. തസ്മൈ ആ തന്നെ സമീപിച്ച ശിഷ്യനായിക്കൊണ്ട് ജിജ്ഞാസുവിനായിക്കൊണ്ട് സവിദ്വാൻ ആ വിദ്വാൻ ആ ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനുമായ വിദ്വാൻ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ ഉപസന്നായ തസ്മൈ സ വിദ്വാൻ ബ്രഹ്മവിദ്യാം തത്വതഃ പ്രോവാച. ആ വിദ്വാൻ സ വിദ്വാൻ ആ വിദ്വാൻ ഉപസന്നായ തന്നെ ഇതുപോലെ സമീപിച്ച ഉപസദിക്കുക എന്നാണ് ഇതിൻ്റെ വാക്ക്. തന്നെ പ്രാപിച്ചതായ സമ്യക് പ്രശാന്തചിത്തായ നല്ലതുപോലെ പ്രശാന്തചിത്തനായി ശമതമാതി സംസ്കാരമുള്ളവനും പ്രശാന്തചിത്തായ ശമാന്വിതായ അതായത് സാധന ചതുഷ്ടയ സമ്പത്ത് സമ്പാദിച്ചവനും ആയ തസ്മൈ ആ ശിഷ്യനായിക്കൊണ്ട് അല്ലെ തന്നെ ഉപസദിച്ച ആ ശിഷ്യന് യേന സത്യം പുരുഷം അക്ഷരം പുരുഷം വേദ യാതൊന്നുകൊണ്ടാണോ സത്യമായി അതായത് മാറ്റമില്ലാത്തതായ അക്ഷരനായ പുരുഷനെ അറിയുന്നത് യാതൊന്നുകൊണ്ടാണോ താം ബ്രഹ്മവിദ്യാം തത്വതഃ പ്രോവാച. ആ ബ്രഹ്മവിദ്യ കൊണ്ട് ആ അക്ഷരപുരുഷനെ അറിയാൻ സാധിക്കും. യാതൊരു ബ്രഹ്മവിദ്യ കൊണ്ടാണോ
ഈ അക്ഷരനായ പുരുഷനെ അറിയുന്നത്, സത്യമായ പുരുഷനെ അറിയുന്നത്, അങ്ങനെയുള്ള ബ്രഹ്മവിദ്യയെ ആ ശിഷ്യനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഏന അക്ഷരം പുരുഷൻ വേദ സത്യം ഗോവാചതാം തത്വതോ ബ്രഹ്മവിദ്യ. അപ്പം തസ്മൈ സ വിദ്വാൻ ഉപസന്നായ സമ്യക്, തന്നെ ഉപസരിച്ചിരിക്കുന്ന സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ ശമതപാതി സാധനാസമ്പത്തോടു കൂടിയ തസ്മൈ ആ ശിഷ്യനായിക്കൊണ്ട് താം ബ്രഹ്മവിദ്യ ആ ബ്രഹ്മവിദ്യയെ ഏന അക്ഷരം പുരുഷം വേദ സത്യം യാതൊന്നുകൊണ്ടാണോ, യാതൊരു ബ്രഹ്മവിദ്യ കൊണ്ടാണോ അക്ഷരനായി സത്യമായിരിക്കുന്ന പുരുഷനെ അറിയുന്നത്, താം പ്രോവാച ആ ബ്രഹ്മവിദ്യ പറഞ്ഞു. ആ തന്നെ ഉപസരിച്ചിരിക്കുന്ന ആ ശിഷ്യന് രണ്ടുപേർക്കും ഈ അധികാരിത വേണം. ഗുരു ഇങ്ങനെയുള്ളവരായിരിക്കണം, ശിഷ്യൻ ഇങ്ങനെയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിന്ന സംശയം. അതാ ഏറ്റവും ഉത്തമാധികാരി. ഒരല്പം ഒരു തടസ്സമേ കാണുള്ളൂ, പ്രതിബന്ധം അത് കാണുമ്പോഴേ. ഈ ഓരോന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം ദൂരെയാണ് നിൽക്കുന്നത്, മാത്രം ഇനി നമുക്ക് കൂടെ സഞ്ചരിക്കാനിരിക്കുന്നു. നമ്മൾ വേദാന്തം ആദ്യമൊക്കെ വായിക്കുമ്പോൾ വിചാരിക്കും ഇത് വലിയ പ്രയാസമാണ്, പിന്നെ അല്ല അല്ല അങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ, ഇങ്ങനെ ഇത്രയല്ലേ ഉള്ളൂ, ഇത് മനസ്സിലാക്കാൻ ഇത്ര പ്രയാസം എന്നൊക്കെ തോന്നുന്നു. ഓരോന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ പറയുന്നത് എത്ര സത്യമാണ്, എത്ര ഒരു കഠിന പഥമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തിനാ പറയുന്നത്, ഇത് ഇത്ര ഉള്ളല്ലോ. പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ എന്തിനാ ഇത്ര വളരെ വിശാലമായിട്ട് നമ്മൾ പറയുന്നത്. തസ്മൈ സ വിദ്വാൻ ഗുരു ബ്രഹ്മവിദ് ഉപസന്നായ ഉപഗതായ സമ്യക് യഥാശാസ്ത്രമിത്യേതത് പ്രശാന്തചിത്തായ ഉപരത ദർപ്പാദിദോഷായ. ദർപ്പം എന്ന് പറഞ്ഞാൽ ദർപ്പമാണ് വസ്തു. നമ്മുടെ അഹങ്കാരം എന്ന് നമ്മൾ പറയുന്നത് ദർപ്പമാണത്. മറ്റേ അഹങ്കാരം എന്ന് പറയുന്ന അഹങ്കാര വൃത്തിയാണ്. നമ്മൾ പറയുന്നത് അഹങ്കാര വൃത്തി ഉണ്ടല്ലോ, ഞാനെന്നുള്ളത്. നമ്മൾ മലയാളത്തിൽ അങ്ങനെയല്ല, അഹങ്കാരം എന്നുള്ളതിന് വേറൊരു അർത്ഥമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഇത് അത് ദർപ്പമാണ്. മറ്റേ അഹങ്കാരം എന്നുള്ളത് അഹങ്കാര വൃത്തിയാണ് വേദാന്തത്തിൽ പറയുന്നത്. ഞാനെന്നുള്ള അനുഭവം എല്ലാവർക്കും ഉള്ളതാണ്. പ്രശാന്തചിത്തായ ഉപരത ദർപ്പാദിദോഷായ ശമാന്വിതായ ബാഹ്യേന്ദ്രിയ ഉപരമേണ ച യുക്തായ. ബാഹ്യേന്ദ്രിയങ്ങളും മനസ്സും അടങ്ങണം. അതാണ് ദർപ്പം എന്നുള്ളത് കൊണ്ട്. ദർപ്പമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷ്മ ശരീരവും ഈ ശമം ദമം. ശമം എന്ന് പറഞ്ഞാൽ മനസ്സടങ്ങും. മനസ്സടങ്ങിയാൽ ശരീരം സ്വാഭാവികമായിട്ട് അടങ്ങും. നമുക്ക് മനസ്സിലൊരെണ്ണം തോന്നുമ്പോഴല്ലേ നമ്മൾ പ്രവർത്തിക്കാനിരിക്കുന്നു. മനസ്സ് ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, മനസ്സിലൊന്നും ആഗ്രഹം വരുന്നില്ല, നമ്മളൊന്നും പ്രവർത്തിക്കാൻ. അപ്പോൾ ബാഹ്യങ്ങളും അടങ്ങി, എല്ലാം അടങ്ങിയേണ്ട ഉപരമേണ ച യുക്തായ സർവതോ വിരക്തായ എത്തിയത്. എല്ലാത്തിൽ നിന്നും വിരക്തനായ ആ ശിഷ്യന് ഏന വിജ്ഞാനേന യയാ വിദ്യ പരയ അക്ഷരം അദ്രേശ്യാദി വിശേഷണം തദ ഏവ അക്ഷരം പുരുഷശബ്ദവാച്യം. ഏന വിജ്ഞാനേന. അപ്പം ഈ ഓരോ വാക്കിൻ്റെ അർത്ഥം, മന്ത്രത്തിലുള്ള ഓരോ വാക്കിൻ്റെ അർത്ഥം ഇതിൽ വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കും. അപ്പം ഏനാക്ഷരം പുരുഷം വേദസത്യം എന്നല്ലേ പറഞ്ഞു. അപ്പം ഏന വിജ്ഞാനേന യയാ വിദ്യയാ പരയ അക്ഷരം അദ്രേശ്യാദി വിശേഷണം തദേവ അക്ഷരം. അക്ഷരം എന്ന് പറയുന്നത് ഏത് വിദ്യ കൊണ്ടാണോ, എന്തിനെ അറിഞ്ഞാലാണോ ഈ അദ്രേശ്യാദി ലക്ഷണമായ പുരുഷനെ, അക്ഷരപുരുഷനെ അറിയുന്നത് ആ വിദ്യ. പുരുഷശബ്ദവാച്യം പൂർണ്ണത്വാത് പുരുഷയനാച്ച. പുരുഷൻ എന്ന് പുരുഷം വേദസത്യം എന്നാണല്ലോ. പുരുഷൻ എന്നുള്ളതിൻ്റെ അർത്ഥം പുരുഷശബ്ദവാച്യം. പുരുഷശബ്ദത്തിൻ്റെ അർത്ഥം പൂർണ്ണത്വാത്. പുരുഷയനാച്ച പൂർണ്ണമാണ്. ഈ അക്ഷരപുരുഷൻ എന്ന് പറയുന്നത് പൂർണ്ണനാണ്, സർവത്ര പൂർണ്ണമായിട്ട് നടന്നിരിക്കുന്നു. അതുകൊണ്ടും പുരുഷയനാത്. പുരി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. ഇപ്പം ഓരോന്നിൻ്റെയും ശരീരം, നമ്മുടെ ശരീരം എന്നല്ല. ഇപ്പോൾ ഒരു
കല്ലിനാണ് കല്ലിൻ്റെ ശരീരം. അപ്പോൾ എന്തിനാണോ ആ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടും പുരുഷയനാച്ച സത്യം തദേവ പരമാർത്ഥ സ്വാഭാവ്യാത് അക്ഷരം ച അക്ഷരം പരമാർത്ഥ സ്വാഭാവ്യാത് അക്ഷരം ഇതതിൻ്റെ സ്വഭാവമാണ്. അക്ഷരമായിരിക്കുക, ക്ഷരിക്കാതിരിക്കുക. ക്ഷരം എന്നുള്ളതിനർത്ഥം എന്താണ്? ക്ഷരണാത് അക്ഷതത്വാത് അക്ഷയത്വാച്ച. അക്ഷരം എന്നുള്ളതിനർത്ഥം ക്ഷരണാത്, അതിനൊരു വിധത്തിലുള്ള ച്യുതി, ഒരു അതിൻ്റെ ശരിയായ അവസ്ഥയിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്നില്ല. അതിൻ്റെ സ്ഥിതിയിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്നില്ല. അക്ഷരണാത് അക്ഷതത്വാത്, അതിന് ക്ഷതം സംഭവിക്കുന്നില്ല, മുറിവൊന്നും സംഭവിക്കുന്നില്ല. അക്ഷതത്വാത് അക്ഷയത്വാത്, നാശവും സംഭവിക്കുന്നില്ല. അപ്പം അക്ഷരണാത് അക്ഷതത്വാത് അക്ഷയത്വാത് ച അക്ഷരം. അങ്ങനെയുള്ള അക്ഷരത്തെ വേദ വിജാനാതി താം ബ്രഹ്മവിദ്യാം തത്വതോ യഥാവത് പ്രോവാച പ്രബ്രുവ്യാത് ഇത്യർത്ഥം. അപ്പോൾ ആ ബ്രഹ്മവിദ്യ, ഇങ്ങനെയുള്ള അക്ഷരത്തെ യാതൊരു വിദ്യ കൊണ്ടാണോ അറിയുന്നത്, ആ ബ്രഹ്മവിദ്യയെ വ്യക്തമായിട്ട് യഥാവത് എപ്രകാരം ആ അക്ഷരനെ ബോധിക്കുമോ അപ്രകാരം പ്രോവാച പറഞ്ഞു. ആചാര്യസ്യാപ്യയം നിയമോ ഏത് ന്യായപ്രാപ്ത സച്ഛിഷ്യ നിസ്താരണം അവിദ്യാമഹോദധേ. ഒരു ഗുരുവിൻ്റെ കർത്തവ്യം ആചാര്യസ്യാപ്യയം നിയമ, ഒരു നിയമമാണത്. ന്യായപ്രാപ്ത സച്ഛിഷ്യ നിസ്താരണം അവിദ്യാമഹോദധേ. ന്യായമായിട്ട് തന്നെ സമീപിക്കുന്ന ഒരാളിനെ ഈ അവിദ്യാമഹോദധി, അവിദ്യയിൽ നിന്നും കരകയറ്റണം എന്നുള്ളത് ആചാര്യൻ്റെ കടമയാകുന്നു. അതൊക്കെ ചെയ്യേണ്ട നിയമമാണ്. ഓരോരുത്തർക്കും ഓരോ നിയമമുണ്ട്. ആചാര്യൻ സർവതന്ത്ര സ്വതന്ത്രനാണെന്നൊക്കെ പറഞ്ഞാലും ഒരു നിയമം വെച്ചിട്ടുണ്ട്. ധർമ്മമാണ്. ഇത് ധർമ്മം. അത് നമ്മൾ അറിഞ്ഞതിനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും. തസ്മൈ സവിദ്വാനുപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ യേന അക്ഷരം പുരുഷം വേദ സത്യം പ്രോവാചതാം തത്വദോക്യം വിദ്യാം. തസ്മൈ സവിദ്വാനുപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ യേന അക്ഷരം പുരുഷം വേദ സത്യം പ്രോവാചതാം തത്വദോക്യം വിദ്യാം. ഒരു മുണ്ടകം കഴിഞ്ഞു. ഒരു മുണ്ടകത്തിൽ 2 ഖണ്ഡങ്ങൾ. അതിൽ കർമ്മം എന്താണ്, കർമ്മം കൊണ്ട് എന്താണ് ഫലം, ആ കർമ്മത്തെ ചെയ്ത ഒരാൾ പല രീതിയിലും ആ കർമ്മത്തിൽ നിന്ന് ഒരു മോചനം കിട്ടാത്ത ഒരാളാണ് ഇതിനെപ്പറ്റിയൊക്കെ നല്ലപോലെ ചിന്തിക്കാൻ പോകും. നല്ലപോലെ ചിന്തിച്ച് ഇതിനെല്ലാം വിരക്തി വന്നിട്ട് ബ്രഹ്മവിദ്യയ്ക്കായിട്ട് ആചാര്യനെ സമീപിച്ചു എന്ന് പറഞ്ഞു. ഇനി ആചാര്യൻ എന്താണ് പറയുന്നത്? ഒരു മന്ത്രം കൂടെ വായിക്കല്ലേ. ദ്വിതീയ മുണ്ടകം പ്രഥമഖണ്ഡഃ അപരവിദ്യയായ സർവം കാര്യം ഉക്തം. അപരവിദ്യ എന്ന് പറഞ്ഞാൽ ലൗകികമായ സുഖങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, സകാമമായ കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ കൊണ്ട് അതിൻ്റെ എല്ലാം സർവം കാര്യം ഉക്തം. എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ വേണം ചെയ്യാൻ, അത് ചെയ്താൽ എന്താണ് ഫലം, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സജ സംസാരോ, അതാണ് സംസാരം. കർമ്മം ചെയ്യുക, ഫലം അനുഭവിക്കുക. അതിൻ്റെ ഫലമായി പിന്നെയും കർമ്മം ചെയ്യുക, പിന്നെയും ഫലം അനുഭവിക്കുക. ഇങ്ങനെ തുടർന്നു പോകുന്നതാണ് സംസാരം എന്ന് പറയുന്നത്. ഈ സംസാരം യൽസാരോ യസ്മാത് മൂലാദക്ഷരാത് സംഭവതി. ഈ സംസാരം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? യസ്മാൻ മൂലാത് അക്ഷരാത് സംഭവതി. യാതൊരു അക്ഷരനിൽ നിന്നാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്? യസ്മിൻശ്ച പ്രലീയതേ, എവിടെ നിന്നാണ് ഉണ്ടായത്, എവിടെ പ്രളയിക്കുന്നു? സദക്ഷരം പുരുഷാഖ്യം സത്യം. ആ പുരുഷനാണ് സത്യം. അതായത് ഈ പ്രപഞ്ചം എവിടെ നിന്ന് ഉത്ഭവിച്ച് എവിടെ അസ്തമിക്കുന്നു, എവിടെ ലയിക്കുന്നു, അതാണ് അതിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ യഥ സർവാണി ഭൂതാനി ഇതിനകത്തൊന്നും ചൊല്ലുമല്ലോ. അതല്ല ഞാൻ പറഞ്ഞു. നമ്മൾ ഈ പുരുഷ വിഷ്ണു സഹസ്രനാമത്തിൽ ചൊല്ലുന്നില്ല.
അത് സർവാണി ഭൂതാനി ജായന്തേ മന്യേ. നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ധ്യാനം. അത് സർവാണി ഭൂതാനി ഭവന്തി ആദിയുഗാഗമി യസ്മിൻശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷി. എവിടെ നിന്നും എല്ലാ ഭൂതങ്ങളും, അത് ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടാകുന്നു, എവിടേക്ക് ലയിക്കുന്നു, അതാണ് അക്ഷരനായ പുരുഷൻ. പുരുഷാഖ്യം സത്യം, അത് സത്യമാണ്. പുരുഷൻ സത്യമാണ്. പുരുഷൻ അതിന് മാറ്റമില്ലാത്തതാണ്. യസ്മിൻ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി തൽ പരസ്യ ബ്രഹ്മവിദ്യായ വിഷയ സ വക്തവ്യ ഇത്യുത്തരോ ഗ്രന്ഥ ആരഭ്യത. അടുത്ത ഗ്രന്ഥം, അതായത് അടുത്ത ഈ ഖണ്ഡം ആരംഭിക്കുന്നത് യസ്മിൻ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. എന്തിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കുമോ? ഇത് ബാലകൻ ചോദിച്ച ചോദ്യമാണ്. എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കുന്നു. തൽ പരസ്യ ബ്രഹ്മവിദ്യായ വിഷയ, അത് പരമമായ പരസ്യാഹ ബ്രഹ്മവിദ്യ, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ബ്രഹ്മവിദ്യയുടെ വിഷയമാണ്. അതാണ് പറയാൻ പോകുന്നത്. ഇത് പറയുന്നതിനാണ് ഉത്തരഗ്രന്ഥം, അടുത്ത മന്ത്രങ്ങൾ ആരംഭിക്കുന്നത്. തദേത സത്യം യഥാ സുദീപ്താത്മാവകാദ്വിസ്ഫുലിംഗ്യാഃ സഹസ്രശ പ്രഭവന്തേ സരൂപാഃ തഥാക്ഷരാദ് വിവിധാഃ സൗമ്യഭാവാ പ്രജായന്തേ തത്ര ജൈവാപിയന്തി. തദേതൽ സത്യം, കഴിഞ്ഞതും തുടങ്ങിയത് ഇങ്ങനായിരുന്നു. തദേതൽ സത്യം മന്ത്രാണി കർമാണി കവയോ യാന്യവശ്യം സ്ഥാനി എന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ അധ്യായം തുടങ്ങി, കഴിഞ്ഞ ഖണ്ഡം തുടങ്ങിയത്. അപ്പോൾ ഈ കർമ്മങ്ങൾ കൊണ്ട് ഫലം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും കർമ്മം ചെയ്താൽ ഫലമുണ്ട്. അങ്ങനെയാണ് തുടങ്ങി. ഇവിടെയും തുടങ്ങുന്നത് അത് ഏതൊരു സത്യം യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗ്യാഃ സഹസ്രശഃ പ്രഭവന്തി സരൂപാഃ തഥാ അക്ഷരാത് വിവിധാഃ സൗമ്യ ഭാവാഃ പ്രജായന്തേ തത്ര ച ഏവ അഭിയന്തി. തദേതൽ സത്യം, ആ പറഞ്ഞിരിക്കുന്ന ഇത്, ആ ഈ എന്ന് പറഞ്ഞത് ആ മന്ത്രങ്ങളിൽ ഒരു വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപരോക്ഷമായിട്ടല്ലേ അതിരിക്കുന്നത്. അത് ഇത് തന്നെയാണ്. ആ ഈ ഇത് സത്യം തന്നെയാകുന്നു. ഏതാണ്? യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗ്യാഃ സഹസ്രശഃ പ്രഭവന്തേ സരൂപാഃ. സുദീപ്താത് പാവകാത്, നല്ലതുപോലെ സുദീപ്തം, നല്ലപോലെ കത്തിച്ചുലിക്കുന്ന പാവകാത് അഗ്നിയിൽ നിന്നും വിസ്ഫുലിംഗ്യാഃ സഹസ്രശഃ പ്രഭവന്തേ. സഹസ്രശഃ വിസ്ഫുലിംഗ്യാഃ, അനേക ആയിരക്കണക്കിന് തീപ്പൊരികൾ. സ്ഫുലിംഗം എന്ന് പറയുന്നത് ഇങ്ങനെ തീപ്പൊരികൾ, ഇങ്ങനെ അനേകം തീപ്പൊരികൾ ഇങ്ങനെ വരുന്നുണ്ട്, അതിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. പ്രഭവന്തേ, പ്രഭവിക്കുന്നു. ഈ സുദീപ്തമായ അഗ്നിയിൽ നിന്നും അനേകം തീപ്പൊരികൾ പ്രഭവിക്കുന്നു, ഉണ്ടായി വരുന്നു. അതങ്ങനെയാണ് സരൂപാഹ, അതായത് സരൂപമാണ്, ചെറിയ പ്രകാശമുണ്ട്. ഈ തീപ്പൊരി വരുമ്പോൾ ഒരു ചെറിയ പ്രകാശമുണ്ടല്ലോ. സരൂപാഹ തഥാ അക്ഷരാത് വിവിധാഹ സൗമ്യ ഭാവാഹ പ്രജായന്തേ. അതുപോലെ തന്നെ തഥാ, അപ്രകാരം തന്നെ അക്ഷരാത്, ഈ അക്ഷരനിൽ നിന്നും വിവിധാഹ ഭാവാഹ, അനേക രീതിയിലുള്ള ജീവന്മാർ പ്രജായന്തേ ഉണ്ടാകുന്നു. തത്ര ചൈവ അപിയന്തി, അവിടെ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ ഉദാഹരണത്തിൽ അവിടെ ചെന്ന് ലയിക്കുന്നില്ല തീപ്പൊരിയിൽ. തീപ്പൊരി എനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞു. അത് തന്നെ ഞാൻ പറഞ്ഞു. എപ്രകാരം ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ തീപ്പൊരികൾ എത്രമാത്രം ഒരു കത്തിച്ചൊലിക്കുന്ന അഗ്നിയിൽ നിന്ന് എപ്രകാരമാണോ തീപ്പൊരികൾ പറന്നു പോകുന്നത്, അത് പ്രകാശത്തോടു കൂടി തന്നെയാണ് വരുന്നത് ഈ തീപ്പൊരി. അതുകൊണ്ട് സരൂപാഹ ഭാവാഹ, സരൂപങ്ങളായിട്ട് തന്നെ. അതുപോലെ ഈ തീപ്പൊരികൾ വരുന്നത് പോലെ തന്നെ
ഈ അക്ഷരനിൽ നിന്നും വിവിധാഹ ഭാവാഹ അനേക രീതിയിലുള്ള ഭാവങ്ങൾ ജീവന്മാർ ഉണ്ടാകുന്നു. പ്രജായന്തേ തത്ര ദൈവ ആഭ്യന്തി. അവിടെ പറഞ്ഞിട്ടില്ല അവിടെ നിന്നുണ്ടാകും സ്വരൂപന്മാരിൽ ഉണ്ടാകുന്നു എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ അവിടെ ലയിക്കുന്നു എന്ന് പറഞ്ഞില്ല. രണ്ടാമത്തതിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞില്ല. തത്ര ദൈവ ആഭ്യന്തി അത് നല്ലൊരു ചിന്താവിഷയമാണ്. അനേക രൂപത്തിലുള്ള കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു അഗ്നിയിൽ നിന്നും അനേക തീപ്പൊരികൾ വെളിയിലേക്ക് വരും. അതേപോലെ ആ അക്ഷരപുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് പഠിച്ചു. അവ്യാകൃത ആകാശ ഉപാധിയായിട്ടുള്ള ചൈതന്യമാണ് അക്ഷരം. അതായത് സകല പ്രാണനും അതിലിരിക്കുകയാണ്. ഒട്ടും ഒന്നും വ്യാകരിച്ചിട്ടില്ല, അവ്യക്തമാണ്. വ്യാകരിക്കുന്നതിന് മുമ്പുള്ളതാണ് ഈ അക്ഷരം. ഇപ്പം അക്ഷരനിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് തോന്നുന്നതേ ഉള്ളൂ, സത്യമല്ലാതെ. പുറത്ത് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ സത്യമായിരുന്ന പ്രപഞ്ചം സത്യമാണെന്ന് പറയാം. അപ്പം അത് സത്യമല്ല. ഈ അക്ഷരപുരുഷനിൽ നിന്നും വിവിധാഹ ഭാവാഹ അനേക ഭാവങ്ങൾ ഇങ്ങനെ പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു. അതിൽ തന്നെ പോയി ലയിക്കുകയും ചെയ്യുന്നു. അക്ഷരപുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് എല്ലാം തിരിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മുടെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, എല്ലാം കാരണ ശരീരം എല്ലാം ചെന്ന് എവിടെ നിന്നാണോ പുറപ്പെടുന്നത് എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അവിടെ നിന്ന് ആ അനേക ഭാവങ്ങളുണ്ടാകുന്നു, ജീവന്മാരുണ്ടാകും. ആ ജീവന്മാരെല്ലാം തിരിച്ച് അവിടെ തന്നെ ലയിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഉണ്ടാകുന്നതിനെക്കുറിച്ച് എങ്ങനെ ഉണ്ടായി, ഇപ്പം അക്ഷരപുരുഷനെ കുറിച്ച് അറിയണം. അതറിയാനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ ലയിക്കുന്നില്ല, അല്ല തിരിച്ചു പോകുന്നില്ലല്ലോ. ഇപ്പം അവിടെ വീണ ഒരു കരി വീണ അത് അവിടെ തന്നെ അത് അങ്ങനല്ല. നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പം ഇതവിടെ പോയി ലയിക്കുന്നതായിട്ട് കാണുന്നില്ലല്ലോ. അഗ്നി ലയിച്ചു പോകുന്നു, അഗ്നി കെട്ടുപോകുന്നു. കെട്ടുമ്പോൾ അതിന്റെ ഇത് പോയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലോട്ട് പോയാൽ കെട്ടുപോവാണ്, തിരിച്ച് ഇതിലോട്ട് സോഴ്സിലോട്ട് വരുന്നത് അങ്ങനെ കാണുന്നില്ല എന്ന് അർത്ഥം പറഞ്ഞില്ല. ഇവിടെ തത്ര ദൈവ ആഭ്യന്തി. അപ്പം അങ്ങനെ ഒരു അപരോക്ഷമായ അർത്ഥം അല്ല പരോക്ഷമായ അർത്ഥം ഈ പിന്നെ അങ്ങനെ സാധാരണ അങ്ങനെ പരോക്ഷമായ അർത്ഥത്തിലല്ല ഇവിടെ ഒരു ഉപമ എന്നല്ലേ പറഞ്ഞുള്ളൂ. വരുന്നു സാദൃശ്യം ഇങ്ങനെ പുറപ്പെടുന്നു. പുറപ്പെട്ടിട്ട് തത്ര ദൈവ ആഭ്യന്തി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ അർത്ഥം എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അവിടെ പോയി ലയിക്കുന്നു. ഇവിടെ അങ്ങനെയാണല്ലോ. ഇവിടെ നിന്ന് പുറപ്പെട്ട അനേകം കാണുന്നു, അക്ഷരയിൽ നിന്ന് പുറപ്പെട്ട അനേകം ജീവൻജാലങ്ങളെ കാണുന്നു. അതെല്ലാം അവിടെ തന്നെ പോയി ലയിക്കുന്നു, അല്ലാതെ അവിടെ ലയിക്കുകയല്ല ചെയ്യുന്നു. ശരി, പൂർണ്ണമായ അർത്ഥത്തിൽ അത് ശരിയാണ്. ഒരു വിശാലമായ അർത്ഥത്തിൽ നല്ല ഒരു ഉദാഹരണം എന്താ പറയാൻ പറ്റും. ഈ തിരിച്ചു വരുന്നില്ല അപ്പം അതിൻ്റെ ആ ഒരു ശരിയായ അർത്ഥത്തിൽ അത് ഇതിനെ നല്ലപോലെ ചിന്തിച്ച് അല്ല ഈ നമ്മുടെ പുറപ്പെടുന്നു എന്നുള്ളത് നല്ലൊരു ഈ ഇപ്പം നമ്മൾ കാണുന്ന അനേക ജീവന്മാർ അനേകം ഈ അക്ഷരനിൽ നിന്നും സ്വരൂപങ്ങളായി വന്നിട്ടുള്ള ജീവന്മാരാണ് എന്നർത്ഥം. അപ്പം അക്ഷരന് അതായത് അക്ഷരന്റെ ഒരു ചെറിയ അംശം അതേപോലെ തന്നെയാണ്. അത് തന്നെയാണ് സ്വരൂപങ്ങളായിട്ട് വന്നു എന്നാണ്, അല്ലാതെ അതായിട്ട് വന്നു എന്നല്ല. പിന്നെ ഉപാധിയോടുകൂടി വന്നു, ചെറിയൊരു ഉപാധിയോടുകൂടി വന്നു സ്വരൂപാഹ. അഗ്നി കത്തിച്ച് യാഗാഗ്നിയാണ് ചോദിച്ചു. അപ്പോൾ ആ യാഗാഗ്നിയിൽ അഗ്നി വിസ്ഫുലിംഗങ്ങളുണ്ടായിട്ട് അത് അവിടെ തന്നെ അല്ലേ ശരിക്കും ആ അഗ്നി കെടുമ്പോൾ ആ പോയ വിസ്ഫുലിംഗങ്ങൾ അതിൽ തന്നെ അല്ലേ ശരിക്കും അല്ല വേറൊരു ദേശത്തോട്ട് പോകാനായിട്ട് അരി ഒരു വിറക് കത്തുമ്പോഴേ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ പുറത്തോട്ട് പോകും. അതാണ് വിസ്ഫുലിംഗം എന്നൊക്കെ പറയുന്നത്. അതാണ് അഗ്നിയുടെ പല
വിസ്ഫുലിംഗം എന്നുള്ളതുകൊണ്ട് തീപ്പൊരികളെന്നേ അർത്ഥമുള്ളൂ. അപ്പൊ അത് അവിടെ തന്നെ പൊരി ഇങ്ങനെ കത്തി വന്നിട്ട് അതിൽ തന്നെ അതൊന്ന് വീഴുമല്ലോ, ഇല്ലാതാകില്ല, അവിടെ തന്നെ ഇല്ലാതാകും. അവിടെ ആ യാഗാഗ്നിയിൽ തന്നെ ഇല്ലാതാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പുറത്തോട്ട് പോകാമല്ലോ, അതിന്റെ പരിധി വിട്ടു. ഇവിടെ ഹോമം പറഞ്ഞിരിക്കുന്നത് അത് സാദൃശ്യം ഉള്ളതല്ലേ എടുക്കാൻ പറഞ്ഞു. ഇവിടെ പ്രഭവന്തേ സ്വരൂപാഹ എന്നേ അവിടെ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തത്ര ചെയ്യുക തത്രൈവ ആപീന്തിന്ന് സൗമ്യ ഭാവാഹ പ്രജായന്തേ തത്രൈവ ഒരു ഉപാധി, ഈ ഘടാകാശം പറഞ്ഞ ഒരു ഉപാധിക്കകത്ത് ഒരു ക്ലോസ്ഡ് ഒരു ഇതിനകത്തിരിക്കുകയാണ്, അത് തന്നെ വീഴും. ഇതിപ്പോ മനസ്സിലായില്ലേ? ഒരു യാഗത്തിന് അരി പറഞ്ഞ പോലെ യാഗം നടക്കുന്ന ഒരു യജ്ഞം നടക്കുന്ന ആ ഇഷ്ടി കൊണ്ട് കെട്ടി അതിൻ്റെ അകത്താകുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ തിരിച്ചു വരും. അത് ശരിയാണ്, പുറത്തോട്ട് പോകാൻ സാധ്യത കുറവാണ്. നമ്മളിപ്പം കാണുന്നു അനേക ജീവന്മാർ, അനേക ചരവും അചരവുമായ അനേക വസ്തുക്കളെ കാണുന്നു. ഇതൊക്കെ എന്താണ്? അവിടെ നിന്ന് തീപ്പൊരി പോലെ പറഞ്ഞു വന്നതാണ്. വാസ്തവത്തിൽ അവിടോട്ട് വന്നേന്ന് ദഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം നിങ്ങളിപ്പോൾ കാണുന്ന, ഇപ്പം ഞാനായിട്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ എന്നടുത്ത് ഇന്നാര് ഇന്നാവല്ല ഇരിക്കുന്നു എന്നല്ലേ. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഈ കാണുന്നതെല്ലാം ബോധമാത്രമാണ്, ബോധമാത്രം തന്നെയാണ്, വിജ്ഞാനം തന്നെയാണ്. അതായത് അഗ്നിയും വിസ്ഫുലിംഗവും തമ്മിൽ അതിപ്പം നമ്മളൊരു ഉദാഹരണം പറയുമ്പോൾ ആ ഉദാഹരണത്തിൻ്റെ രീതിയിൽ എടുക്കണം. അതിനെ വേറൊരിടത്തോട്ട് അക്ഷരം എന്ന് പറഞ്ഞത് ഉപാധിയോടുകൂടിയാണല്ലോ. അക്ഷരം എന്ന് പറഞ്ഞൊരു ഉപാധിയോടുകൂടി. അല്ല, ഉപാധിയാണല്ലോ ഈ പലതും കാണുന്നില്ല. ആ ഉപാധിയിൽ നിന്നും പൊട്ടിത്തെറിച്ച കുറേ ഉപാധികളാണ്. അവിടെ ചൈതന്യവത്താണ്, ഉപാധിയുണ്ട്. ഇവിടെ ചൈതന്യം ചെറുതായിട്ടുണ്ട്. അങ്ങനല്ലേ, ചെറിയ ഒരു പ്രകാശമല്ലേ ഉള്ളൂ തീപ്പൊരിക്ക്. അത് ചെറിയ ഒരു ചൈതന്യമുണ്ട്, നല്ലൊരു ഉപാധിയുമുണ്ട്. അപ്പം ഈ ഉപാധിയല്ല സത്യം, ഈ ചൈതന്യമാണ് സത്യം. അതിനെ മനസ്സിലാക്കണം, മനസ്സിലെടുക്കണം. അഗ്നിയെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താ ചെറിയൊരു തീപ്പൊരി എന്ന് പറയുന്നത് എന്തോ ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മള് അക്ഷരനെ നോക്കുമ്പോൾ നമ്മൾ അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ നമ്മളിപ്പോൾ അനേക വസ്തുക്കളെ, അനേക ജീവന്മാർ, അനേക സൂക്ഷ്മവും സ്ഥൂലവും ഒക്കെ അനേക വസ്തുക്കളെ കാണുന്നു. ഇതിൻ്റെ മൂലം എവിടാണ്? എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് അക്ഷരനിൽ നിന്നും പുറപ്പെട്ടതാണ്, തിരിച്ചവിടെ തന്നെ ചെല്ലും. ഈ അക്ഷരനെ അറിയാനാണ് ഈ ഒരു അധ്യായം. തത് അപരവിദ്യാവിഷയം കർമ്മഫല ലക്ഷണം സത്യം തത് ആപേക്ഷികം. അപ്പം നേരത്തെ പറഞ്ഞു തദേതൽ സത്യം കർമാണി കവയോ യാനി അവശ്യം താനി എന്നാദ്യത്തെ അധ്യായം ഇതിൽ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് അത് അപരവിദ്യാ വിഷയമാണ്. കർമ്മഫല ലക്ഷണം. അപരവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ ഫലമായി കിട്ടുന്നത് തീർച്ചയായിട്ടും കിട്ടും എന്ന് പറഞ്ഞെങ്കിലും ആ സത്യം എന്നുള്ളത് ആപേക്ഷികമാണ്. അതായത് ഒരു ആത്യന്തിക സത്യമല്ല അത്. ഇതെന്തോ പരവിദ്യാവിഷയം പരമാർത്ഥ സല്ലക്ഷണത്വാത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്യം, തദേതൽ സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പരവിദ്യാവിഷയം. ആ പരവിദ്യ, പരമപരം രണ്ട് വിദ്യയെക്കുറിച്ച് പറഞ്ഞു. അല്ലെ, പരവിദ്യാവിഷയമാണ് ഇപ്പം പറഞ്ഞിരിക്കുന്ന സത്യം. അത് പരമാർത്ഥ സല്ലക്ഷണം, പരമാർത്ഥമായി സത്ത്, അത് പരമാർത്ഥ സത്തിനെ കുറിച്ച് പറയുന്നതാണ്. അതാണ് സത്യം എന്ന്. തദേതൽ സത്യം യഥാഭൂതം വിദ്യാവിഷയം അവിദ്യാവിഷയത്വാത് ച അനർത്ഥം ഇതരത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്യം തന്നെയാണ്, അത് വിദ്യാവിഷയമാണ്. നേരത്തെ പറഞ്ഞത് അവിദ്യാവിഷയമാണ്, അത് സത്യമല്ല, ഇതിനെ അപേക്ഷിച്ച് സത്യമല്ല. അത്യന്ത പരോക്ഷത്വാത് കഥം നാമ പ്രത്യക്ഷവത് സത്യമക്ഷരം പ്രതിപദ്യേരൻ ഇതി ദൃഷ്ടാന്തമാഹ. അത്യന്ത പരോക്ഷത്വാത്, അല്പം പോലും അപരോക്ഷമല്ല, പ്രത്യക്ഷവുമല്ല, ഇത് പരോക്ഷം തന്നെയാണ്, അത്യന്ത പരോക്ഷം. അതുകൊണ്ട് പ്രത്യക്ഷവത് സത്യമക്ഷരം എങ്ങനെയാണ് ഈ സത്യമായിരിക്കുന്ന അക്ഷരനെ നമ്മളൊന്ന് പ്രത്യക്ഷമായിട്ട് അറിയുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ്. യഥാ സുദീപ്താത് സുഷ്ടു ദീപ്താത് ഇത്ഥാത് പാവകാത് അഗ്നേഹ
വിസ്ഫുലിംഗാः അഗ്നി അവയവാः സഹസ്രശः അനേകശः പ്രഭവന്തി. അഗ്നി നല്ലപോലെ കത്തിക്കഴിയുമ്പോൾ ഈ അഗ്നിയിൽ നിന്നും വിസ്ഫുലിംഗങ്ങൾ, അത് അഗ്നിയുടെ അവയവങ്ങളാണ്, അത് അഗ്നിയിൽ നിന്നും വരുന്നതാണ്, അതിൻ്റെ ഭാഗം തന്നെയാണ്, അത് ഉണ്ടാകുന്നുണ്ട്. നിർഗച്ഛതി സ്വരൂപാഹ അഗ്നിലക്ഷണ ഏവ യഥോക്തലക്ഷണാത്. അഗ്നിലക്ഷണം തന്നെയാണ് അതിന്. അപ്പം നല്ല ചൂടുകാലത്ത് കരിയിലൊക്കെ തൂത്ത് കിടക്കുകയാണെങ്കിൽ ഒരു പൊരി മതിയുള്ളൂ. അങ്ങനെയുള്ള പറഞ്ഞപ്പോൾ ഓർത്ത് ഒത്തിരി കാലമായി ഈ പണ്ട് ഈ ഓല ഇട്ട തിയേറ്ററുകളുണ്ടായിരുന്നു. ഞാൻ കുറ്റൂർ ജംഗ്ഷനിലുണ്ടായിരുന്നു ഒരു അത് തന്നെ വിനീതാന്നൊരു. അത് വിനീതയ്ക്ക് ഒത്തിരി കഥ പറയാനുണ്ട്. വിനീത ആദ്യം അങ്ങോട്ട് ഇവര് പിന്നെ നമ്മളപ്പുറം താമസിക്കുന്നവരാ അതിൻ്റെ ഓണറ്. ഇവിടെ അല്ല, പണ്ട് താമസിക്കുന്നിടത്ത്. അവർ കൊട്ടയിട്ട് തുടങ്ങി, എല്ലാം റെഡിയായി. പ്രൊജക്റ്റ് വെച്ച് ഇത് പ്രൊജക്ടറോ വെച്ചങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി. അത് കാണിക്കില്ല. അവർ ഒരു 1000 രീതിയിൽ അത് അവർ പരിശോധിച്ചു, പരിശ്രമിച്ചു, എല്ലാം ചെയ്തു. ഒരിക്കലും ഇത് സിനിമ വരത്തില്ല. അങ്ങനെ വന്നപ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യും, അയ്യപ്പൻ്റെ ഗാനം വെച്ചിട്ട് ആദ്യം അയ്യപ്പൻ്റെ ഗാനം, ഇവരെ പള്ളിയിൽ പോകുന്നവർ അല്ല അമ്പലത്തിൽ ശബരിമല പോകുന്നവരുണ്ടല്ലോ, അപ്പം നിങ്ങൾ അയ്യപ്പൻ്റെ ഒരു പാട്ടൊക്കെ വെച്ച് തുടങ്ങി നോക്ക് എങ്ങനെ ഇരിക്കുകയാണ്. ഇവരന്നേരം എന്നും അയ്യപ്പൻ്റെ പാട്ട് വെച്ച് തുടങ്ങി, പടം ഓടാൻ തുടങ്ങി, നല്ല കാശുണ്ടാക്കാൻ തുടങ്ങി, നല്ലതായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം ഇവർ ഈ അയ്യപ്പൻ്റെ അങ്ങ് മാറ്റിയിട്ട് മാതാവേ എന്നൊരു പാട്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പം അമ്പലത്തിൽ റാസ് നടക്കും. അവിടെ ആർക്കും വഴക്കുണ്ടാക്കാനൊക്കത്തില്ല. അവരുടെ അമ്പലം അവരുടെ പള്ളിയും കൂടെ ഉള്ളതാണ്. പള്ളിയിൽ നിന്ന് റാസ എന്ന് പറയുന്നറിയാം, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഭയങ്കര വെട്ടവും വെടിക്കെട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കുറ്റൂർ ജംഗ്ഷനിൽ ഇതെല്ലാം നടക്കുന്നത്. അവിടെ വെച്ച് വെടിക്കെട്ട് നടത്തി. ഒറ്റ നമ്മളൊക്കെ വെളിയിൽ നോക്കി വെടിക്കെട്ട് കണ്ടിങ്ങനെ രസിച്ച് നിൽക്കും. ഒറ്റ തീപ്പൊരി, ഒറ്റ ഒരെണ്ണം. അത് ഓടിപ്പോയി തിയേറ്ററിൻ്റെ മണ്ടയിൽ നമ്മൾ കണ്ടു. ആ കാണുന്ന നിമിഷത്തിനകം കത്തിക്കളിയാ തിയേറ്റർ മുഴുവൻ കത്തി. അന്ന് ഓല തിയേറ്റർ ഏതാണ്ട് ABCD ഉണ്ടല്ലോ ഈ തിയേറ്ററിന് തന്നെ. അങ്ങനെ പല മുഴുവൻ കത്തിപ്പോയി. അല്ല, തീപ്പൊരി എന്ത് പറ്റും എന്നാണ്, തീപ്പൊരി മതി. അത് രണ്ടുമല്ലേ. ഈ അയ്യപ്പൻ്റെ പാട്ട് മാറ്റി അവരുടെ വള്ളിയും പോയി. അയ്യപ്പൻ്റെ പാട്ട് തുടങ്ങിയപ്പം പടം കാണിക്കാൻ തുടങ്ങി. അയ്യപ്പൻ്റെ പാട്ട് നിർത്തിയപ്പോൾ തിയേറ്റർ കത്തിപ്പോയി. ഇതിലൊക്കെ കാര്യകാരണം എന്താണ്, ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അവിടെ അമ്പലമൊന്നുമില്ല. പ്രഭവന്തേ നിർഗച്ഛന്തി സ്വരൂപാഃ അഗ്നിലക്ഷണാഃ ഏവ യഥോക്തലക്ഷണാത് അക്ഷരാത് വിവിധാഃ നാനാദേഹോപാധിഭേദം അനുവിധീയമാനത്വാത് വിവിധാഃ ഹേ സൗമ്യ ഭാവാഃ ജീവാഃ ആകാശാദിവ ഘടാദിപരിച്ഛിന്നാഃ സുഷിരഭേദാഃ ഘടാദ്യുപാധി പ്രഭേദം അനുഭവന്തി. ഇതിപ്പം അടുത്ത മാസം വരെ ചിന്തിച്ച് നമുക്ക് കൊണ്ടുവരാനും മാത്രമുണ്ട്. വീണ്ടും വായിക്കാം. അപ്പം നമ്മൾ അനേക ജീവജാലങ്ങളെ കാണുന്നുണ്ട്. ഇത് എവിടെ നിന്നാണെന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എവിടെ നിന്നാണ് എന്ന് പറഞ്ഞപ്പം ഇന്നിടത്തുനിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം ഇവിടുന്ന് അക്ഷരത്തിൽ നിന്നാണ് വരുന്നതെന്ന് മഹർഷിക്ക് പറയണം. പക്ഷേ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് മഹർഷി എന്ത് പറഞ്ഞു, ഈ അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ വരുന്നത് പോലെ, അതായത് ഒരു തീപ്പൊരിക്കകത്ത് ഒരു അല്പം വെട്ടമേ ഉള്ളൂ. അത് വരുന്നത് ഒരു വലിയ അഗ്നികുണ്ഡത്തിൽ നിന്നാണ്. അതേപോലെ വലിയ ഒരു ജീവൻ്റെ ഒരു എന്താന്ന് പറയുന്നത്, ഒരു ഈ അക്ഷരൻ എന്ന് പറയുന്നത് ആ പ്രാണൻ്റെ സമഷ്ടിയാണ്. ആ സമഷ്ടി ഭാവത്തിൽ നിന്നും വളരെ ചെറിയൊരു സ്ഫുലിംഗം ഇങ്ങോട്ട് വന്നതാണ്
നിങ്ങളൊക്കെ എന്ന് എപ്രകാരം ഈ അഗ്നിയിൽ നിന്നും വിസ്ഫുലിംഗങ്ങൾ വന്നു. അഗ്നി വളരെ കത്തിജ്വലിക്കുന്നതും ഈ വിസ്ഫുലിംഗം വളരെ ചെറിയൊരെണ്ണം ഒരു താഴെ വീണ കെട്ടുപോകുന്നതുമാണ്. വളരെ പരിമിതമാണ് അതിൻ്റെ ഉപാധി. അതേപോലെ വളരെ അപരിമിതമായി ഇരിക്കുന്ന ആ അക്ഷരനിൽ നിന്നും സമഷ്ടി ഉപാധിയിൽ നിന്നും ചെറുതായ ഒരെണ്ണം ഇങ്ങനെ വെളിയിലോട്ട് വന്ന പോലെ ഒരു ചെറിയ ഉപാധി, വളരെ അവശമായ ഒരു ഉപാധി ഇങ്ങനെ വന്നതാണ് നമ്മൾ കാണുന്ന ഈ കാണുന്ന മനുഷ്യരെന്നല്ല എല്ലാ ജീവജാലങ്ങളും എന്ന ഒരു ഉദാഹരണം പറയും. അപ്പം നമ്മൾക്ക് ഒരു അറിവുണ്ടല്ലോ, ആ അറിവ് നേരത്തെ നമ്മളിതിൻ്റെ അകത്ത് പറഞ്ഞു നിരുപാധിക നിത്യനിരതിശയ ജ്ഞാന ശക്തി ഉപാധിരീശ്വര. ഈശ്വരൻ്റെ ഉപാധി എന്ന് പറയുന്നത് നിത്യനിരതിശയ ജ്ഞാനശക്തിയാണ്. ഒരു നിരതിശയ ജ്ഞാനശക്തിയാണ്. നമുക്കും ഉണ്ട് അറിവില്ലേ, ഒരു ചെറുതാണെന്നില്ല. ഈ ചെറിയ അറിവ് എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ ആ വലിയ അറിവ് ഉള്ള ഈശ്വരനിൽ നിന്നും ഒരു ചെറിയ അംശമാണ് നമ്മൾ കാണുന്നത്. അംശമാണെന്ന് പറയുന്നതുകൊണ്ട് ഇത് അംശാംശഭാവമൊന്നും അല്ല അർത്ഥം വെക്കുന്നത്. ഇതുപോലെ ഉള്ളൂ നിങ്ങൾ, അതിൻ്റെ അംശം തന്നെയാണ് ഇപ്പോഴും, ആ ഈശ്വരൻ്റെ അംശം തന്നെയാണ് ഇപ്പോഴും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ വേറെയല്ല. അഗ്നിലക്ഷണാഹ ഏവ യഥോക്തലക്ഷണാത് അക്ഷരാത്. യഥോക്തം അത് നേരത്തെ പറഞ്ഞല്ലോ, അക്ഷരൻ്റെ ലക്ഷണം പറഞ്ഞല്ലോ. അദ്രേശ്യം അഗ്രാഹ്യം ഇങ്ങനെ ലക്ഷണം പറഞ്ഞു. അങ്ങനെയുള്ള അക്ഷരനിൽ നിന്നും വിവിധാഹ നാനാദേഹോപാധിഭേദം അനുവിധീയമാനത്വാത്. നാനാദേഹങ്ങൾ, അനേക രീതിയിലുള്ള ദേഹങ്ങൾ. ദേഹം എന്ന് പറഞ്ഞാൽ ഉപാധി തന്നെയുള്ളത്. നമ്മൾ ഈ ഉപാധിയിലിരിക്കുന്നു, വേറൊരു ഉപാധിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഏത് ഉപാധിയാണോ അതാണ് ദേഹം. അതിൻ്റെ ഉപാധിഭേദം അനുവിധീയമാനത്വാത്. വിവിധാഹ ഹേ സൗമ്യ സംബോധനയാണ്. ഭാവാഹ ജീവാഹ, ഭാവം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജീവന്മാർ. ജീവാഹ ആകാശാദിവ ഘടാതിപരിച്ഛിന്നാഹ സുഷിരഭേദാഹ. അപ്പോൾ ആകാശാത് ഘടാതിപരിച്ഛിന്നാഹ, ഘടം ഒരു കുടം ആകാശത്തിൽ നിന്ന് പരിച്ഛിന്നമാണ്. ഇപ്പോൾ കുടമായിട്ടിരിക്കുന്നതല്ലേ, നമ്മൾ ആകാശത്തെ കാണുന്നില്ല, കുടമേ കാണുന്നുള്ളൂ. വാസ്തവത്തിൽ അവിടെ ആകാശമില്ലെങ്കിൽ കുടമുണ്ടോ? ആകാശം ഇങ്ങനെ ഒരു ഇടയുണ്ടാക്കണമെങ്കിൽ ആകാശം വേണമല്ലോ. ഘടാതി പരിച്ഛിന്നാഹ സുഷിരഭേദാഹ ഘടാദ്യുപാധി പ്രഭേദം അനുഭവന്തി. അപ്പം ഘടാദ്യുപാധി പ്രഭേദം അനുഭവന്തി. ഈ ഘടത്തിലോട്ട് ഈ ആകാശത്തിന് ഘടം എന്നൊരു ഉപാധി, അതുപോലെ ഈ അക്ഷരന് ഈ ശരീരം എന്നൊരു ഉപാധി. ഈ അക്ഷരം ചെറിയ നമ്മുടെ ശരീരം എന്നൊരു ഉപാധിയിൽ കൂടെ വന്നപ്പം അതിനൊരു വ്യത്യാസം വന്നു, ഒരു ജീവഭാവം വന്നു. ഘടാദ്യുപാധി പ്രഭേദം അനുഭവന്തി. ഏവം നാനാനാമരൂപകൃത ദേഹോപാധിപ്രഭവം അനുപ്രജായന്തേ തത്ര ചൈവ തസ്മിന്നേവ അക്ഷരേ അഭിയന്തി ദേഹോപാധി വിലയം അനുലീയതേ. ഘടാതി വിലയം അന്വിഹ സുഷിരഭേദാഹ. അപ്പം ഘടാദ്യുപാധി പ്രഭേദം അനുഭവന്തി. ഇപ്പം ഒരു ഘടം, ആ ഘടം ഇങ്ങനെ ഇരിക്കുന്നു, അതിലെ ആകാശമുണ്ട്. അതുപോലെ ഏവം നാനാനാമരൂപകൃത ദേഹോപാധി പ്രഭവം അനുപ്രജായന്തി. അപ്പം നാനാനാമരൂപകൃത ദേഹോപാധി, ഈ ദേഹമാകുന്ന ഉപാധികൾ അത് അനേക നാമങ്ങളോടാകാം, അനേക രൂപങ്ങളോടാകാം. ഇങ്ങനെ നാമം കൊണ്ടും രൂപം കൊണ്ടും പല വിധത്തിലുള്ള ഉപാധികൾ, ആ ഉപാധികളുണ്ടായിട്ട് അനുപ്രജായന്തി, ഈ ഉപാധി ഉണ്ടാകുന്നതനുസരിച്ച് അവിടെ എല്ലാം ചൈതന്യവും ഉണ്ടല്ലോ, അനുപ്രജായന്തി. അവിടെ ഇങ്ങനെ അനേക ഭേദങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തത്ര ജൈവ തസ്മിന്നേവാക്ഷരേ അഭിയന്തി ദേഹോപാധി വിലയം അനുലീയന്തേ ഘടാതി വിലയം അന്വിഹ സുഷിരഭേദാഹ. ഈ ഘടം അങ്ങോട്ട് നശിച്ചു പോയാൽ ഉപാധി അങ്ങ് നശിച്ചു. അതേപോലെ നമ്മുടെ ശരീരം നശിച്ചു പോയാലും ദേഹോപാധി വിലയം അനുലീയന്തി. അപ്പം ദേഹോപാധി വിലയം, ഈ ഉപാധി അങ്ങോട്ട് ഇല്ലാതായാൽ അത് അഭിയന്തി,
ആ അക്ഷരനിൽ തന്നെ വിലയിക്കുകയും ചെയ്യുന്നു. യഥാകാശസ്യ സുഷിരഭേദോത്പത്തി പ്രളയനിമിത്തത്വം ഘടാദ്യുപാധികൃതമേവ തദ്വത്. യഥാകാശസ്യ സുഷിരഭേദോത്പത്തി പ്രളയനിമിത്തത്വം. ഈ ആകാശത്തിലെ ഒരു കുടം കൊണ്ടൊരു ഒരു ഉപാധി, കുടമാകുന്ന ഉപാധി കൊണ്ടൊരു പരിമിതി ഉണ്ടായി അവിടെ. അത് കുടമില്ലാതാകുമ്പം ആ പരിമിതി ഇല്ലാതായിട്ട് അത് ആകാശമായിട്ട് തന്നെ ഇരിക്കും. ഘടാദ്യുപാധികൃതമേവ. അത് ഈ ആകാശത്തിൻ്റെ എന്തെങ്കിലും ധർമ്മമുണ്ടോ ഇവിടെ? ആകാശത്തിന് ഒന്നുമില്ലല്ലോ അവിടെ. ആകാശം ഒന്നും തന്നെ അവിടെ ഒരു വിധത്തിലുള്ള പ്രവേശവുമില്ല അവിടെ. ആകാശം അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഘടമുണ്ടായി ലയിക്കുന്നു, കേട്ടുപോകുന്നു. അതേപോലെ അക്ഷരസ്യാപി നാമരൂപകൃത ദേഹോപാധി നിമിത്തമേവ ജീവോത്പത്തി പ്രളയ നിമിത്തത്തിൽ. അപ്പം നാമരൂപകൃത ദേഹോപാധി നിമിത്തം ഏവ. അപ്പം ഈ നാമം രൂപം ഇതുകൊണ്ടുണ്ടാകുന്ന ഓരോ നാമത്തിലും രൂപത്തിലുമുള്ള അനേക ദേഹങ്ങൾ, ഈ ദേഹങ്ങൾ കൊണ്ടുണ്ടാകുന്നത് മാത്രമാണ് ഈ ഭേദം. അല്ലാതെ അക്ഷരന് യാതൊരു ഭേദവുമില്ല. ഇങ്ങനെ ദേഹോപാധികൾ ഉണ്ടാകുന്നതുകൊണ്ട് അനേക വിധത്തിലുള്ള ജീവന്മാരുണ്ടാകുന്നു. ഈ ഉപാധി ലയിക്കുമ്പം അതില്ലാതാവുകയും ചെയ്യുന്നു. അനേക രൂപങ്ങൾ, രൂപം, നാമം ഇവയോട് ചേർന്ന് അനേക ദേഹങ്ങളുണ്ടാകുന്നു. ഈ ദേഹങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പ്രപഞ്ചം നമുക്കുള്ളതായിട്ട് പോകുന്നു. ഇതെല്ലാം ആ അക്ഷരനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അക്ഷരനിൽ നിന്നുണ്ടാകുന്നു, അക്ഷരത്തിൽ തന്നെ ലയിക്കുന്നു. പക്ഷേ ഇത് ഉണ്ടാവുകയോ വിലയിക്കുകയോ ചെയ്യുമ്പോഴും അക്ഷരന് യാതൊരു വികാരവും ഉണ്ടാകുന്നില്ല. അപ്രകാരം എന്നാൽ ഈ അനേക കുടങ്ങളുണ്ടായി ലയിക്കുമ്പോഴും ആകാശത്തിന് യാതൊരു വ്യത്യാസം ഉണ്ടാകാത്തതുപോലെ ഈ ദേഹങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുമ്പോഴും ഈ അക്ഷരന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അത് നല്ലപോലെ വീണ്ടും വീണ്ടും വായിച്ച് നോക്കിയെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടും. തദേതല് സത്യം യഥാ സുദീപ്താത്മാവകാദ് വിസ്ഫുലിംഗാഃ സഹസ്രശ പ്രഭവന്തേ സ്വരൂപാഃ തഥാക്ഷരാദ് വിവിധാഃ സൗമ്യഭാവാഃ പ്രജായന്തേ തത്ര ദൈവാഭിയന്തി. തദേതൽ സത്യം യഥാ സുദീപ്താത്മാവകാദ് വിസ്ഫുലിംഗാഃ സഹസ്രശ പ്രഭവന്തേ സ്വരൂപാഃ തഥാക്ഷരാദ് വിവിധാഃ സൗമ്യഭാവാഃ പ്രജായന്തേ തത്ര ദൈവാഭിയന്തി. പാവകാത് വിസ്ഫുലിംഗാഃ. പാവകനിൽ നിന്നും വിസ്ഫുലിംഗം. പാവകാത് വിസ്ഫുലിംഗം. അത് സൗമ്യല്ല, സൗമ്യ. സൗമ്യ എന്നുള്ളത് സൗമ്യ. മലയാളത്തിൽ എഴുതുമ്പോൾ സൗമ്യ എന്നാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. ശിഷ്യരെ താത സൗമ്യ പുത്ര. ദേവാഃ ഭദ്രം പശ്യേമാക്ഷവിദ്യജത്രാഃ സ്ഥിരംഗേ സ്പുഷ്ടവാംസസ്തനൂഃ ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനൈഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി.